കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവിടുന്ന് സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോകുകയുള്ളൂ. രണ്ടു പോകുന്നില്ല, പരീക്ഷയോടുകൂടെ പോകും. വിവിധ പരീക്ഷകൾ ശ്രമിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തോട്ട് പോകുവഴി ഇല്ലല്ലോ, ഉണ്ടാകുമെന്നൊക്കെ ചിന്തിച്ചായിരിക്കുന്നത്. സൂക്ഷം പോകുവഴിയുണ്ട്. ദൈവം നീക്കുപോക്ക് നൽകുന്ന ദൈവം. പൗലോസ് നമുക്കറിയാം, ഈ പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളുടെ ധാരണകളാണ്. ലേഖനം വിളിക്കുക കാര്യം. പുറകെ 2 സഹോദരന്മാരെ തർക്കം വരുന്നു, എത്രയാണെന്ന് ചോദിക്കുന്നു. അവിടെ വേദപുസ്തകം മൊത്തം എത്ര പുസ്തകമാണ്? 66. പഴയ നിയമം എത്ര പുസ്തകമാണ്? 39. പുതിയ നിയമം 27. ഈ പുതിയ നിയമത്തിലെ 20 മൊത്തം എത്ര എഴുത്തുകാരാ? ഇതൊക്കെ സാധാരണ അറിവുള്ള കാര്യമാണ്. 40. അപ്പൊ 40 എഴുത്തുകാർ ഏതാണ്ട് 1600 കൊല്ലത്തിനകം കൊണ്ടാണ് ഈ പുസ്തകം എഴുതി തീർത്തത്. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ പഠിക്കുമ്പോൾ 1600 കൊല്ലം കൊണ്ടാണ് എഴുതി തീർത്തത്. മൊത്തം 40 എഴുത്തുകാരാണ്. അതില് പഴയ നിയമ എഴുത്തുകാര് ഏതാണ്ട് 32 പേരാണ്. പുതിയ നിയമം 27 പുസ്തകം എഴുതിയത്. കണക്കും പഠിപ്പിക്കണമെന്ന് തോന്നുന്നു, അല്ല കണക്കാ. അപ്പോൾ 8 പേര്. ഈ പുതിയ നിയമത്തിലെ 8 പേര്, ആ 8 പേര് ആരെന്ന് ചോദിച്ചാൽ 4 പേര് അപ്പോസ്തലന്മാരാണ്. 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ 4 അപ്പോസ്തലന്മാർ ആരൊക്കെ നിങ്ങൾ പറ. നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതല്ലേ? പറഞ്ഞു, ശരിയാ, പറഞ്ഞു. ഉറക്കെ പറയാൻ കഴിയും. മൊത്തം കുഴയുക. എല്ലാരും വേദപുസ്തകമായിട്ട് നടക്കുക, പാട്ട് പ്രാർത്ഥനയും മുടക്കി നടക്കുന്നത്, ഇതൊക്കെ അടിസ്ഥാന കാര്യങ്ങളാണ്. അവിടെ ഞാൻ തന്നെ പറയാം, കടിച്ചവൻ തന്നെ വിഷമെടുക്കണമെന്നൊരു പ്രയോഗമുണ്ട്. 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ അപ്പോസ്തലന്മാർ 4 പേര്. 1 മത്തായി, 2 യോഹന്നാൻ, 3 പൗലോസ്, 4 പത്രോസ്. എല്ലാവരും പറയാം ഞാൻ പറഞ്ഞതിന്റെ ശരിയെന്ന ഒരു സപ്പോസല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ് അപ്പോസ്തലന്മാര് 4 പേര്. 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് മർക്കോസ്, ലൂക്കോസ്, യൂദ, യാക്കോബ്. അവര് 4 പേരും അപ്പോസ്തലന്മാരല്ല. പക്ഷെ അവര് 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും. 2 പേര് ഇതിൽപ്പെട്ടവരല്ല. 2 പേര് യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരന്മാരാ, യൂദയും യാക്കോബും. അപ്പോൾ മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്, മർക്കോസ്, ലൂക്കോസ്, യൂദ, യാക്കോബ്. ഇങ്ങനെ 8 പേര്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങളിപ്പോ പറയാം ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, പിന്നെ ഇയാൾ പറയുന്നതുകൊണ്ട് മിണ്ടുന്നില്ലെന്ന്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ 8 പേര്. ഈ 8 പേരിൽ പൗലോസ് ഏതാണ്ട് പൊതുവിൽ 14 ലേഖനം എഴുതി. 13 നമുക്ക് തീർത്ത് പറയാം. 1 തർക്കമാണ്, എബ്രായ ലേഖനം. എങ്കിലും അത് പൗലോസ് എഴുതിയതാണ്. അങ്ങനെ 14 ലേഖനം പൗലോസ് എഴുതി. ഈ 14 ലേഖനത്തിൽ 7 സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി. 7 സഭ. ആ 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. 7 സഭയ്ക്ക് 9 ലേഖനം. 7 സഭയ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 100 പറയുന്നുണ്ട്. 7 സഭയോട് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഇതുപോലെ പൗലോസ്
7 സഭയ്ക്ക് ലേഖനം എഴുതി. പക്ഷെ 7 സഭയ്ക്ക് 7 ലേഖനമല്ല, 9 ലേഖനം എഴുതി. 9 ലേഖനമാകാൻ കാരണം 2 സഭയ്ക്ക് ഓരോ ലേഖനം കൂടുതൽ എഴുതി. കൊരിന്ത് സഭയ്ക്കും പറ നിങ്ങൾ എനിക്കറിയാവുന്ന പരീക്ഷിക്കുക. അപ്പൊ കൊരിന്ത് സഭയ്ക്ക് 2 ലേഖനം എഴുതി, തെസ്സലോനിക്ക സഭയ്ക്ക് 2 ലേഖനം. അങ്ങനെ ഓരോ ലേഖനം കൂടുതലായതുകൊണ്ട് 9 ലേഖനം. 7 സഭയ്ക്ക് മൊത്തം 14 ലേഖനം. അത് നമ്മൾ ഇന്ന് കൊരിന്തിൽ എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചു. അത് നമുക്ക് യോഗം 1 മണിക്കാണോ നിർത്തുന്നത്? ആയിക്കോട്ടെ. ഈ ഭാഗത്ത് 12 അങ്ങനായിരിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 2 ലേഖനം കൊരിന്ത്യർക്ക് എഴുതി. അതില് 1-ാം ലേഖനം നമുക്കറിയാം എത്ര അധ്യായമുണ്ട്. 1-ാം ലേഖനം നോക്കാതെ പറ 16 അധ്യായം. ഈ അധ്യായങ്ങളൊന്ന് ഓടിച്ചു പോയാൽ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം തർക്കമാണ്, പക്ഷം പിടിക്കുന്നത് പക്ഷം. 2-ാം അധ്യായത്തിലെ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിൽ ഈർച്ചയും പകയും പിണങ്ങും. 4-ാം അധ്യായത്തിൽ ചുമ്മാ ഇരുന്ന് വീർക്കുന്ന അറിവ് ജീവിപ്പിക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടികൾ സഭയ്ക്കകത്ത് കയറി. 6-ാം അധ്യായത്തിൽ കേസ്, കോടതി, തർക്കം എല്ലാം കോടതി കേസാണ്. സഭയ്ക്കകത്തൊന്നും തീർക്കുന്നില്ല. എല്ലാം അമ്പലപ്പുഴ കോടതിയാണ്. പണ്ട് അമ്പലപ്പുഴയാണ്, കൂടെ ആലപ്പുഴയുണ്ട്. കേസ്, കോടതി, അതാണ് 6. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം. 8-ാം അധ്യായത്തിൽ തർക്കമാണ്. വിഗ്രഹാർപ്പണം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ തർക്കമാണ്. അരവണ പായസം കഴിക്കാമോ, നേർച്ച കഴിക്കാമോ, പാച്ചോറ് കഴിക്കാം. ഞാൻ പിന്നെ വരുന്നുണ്ടാവാതെ ഇപ്പൊ പറഞ്ഞില്ല. തർക്കം. 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറയുന്നത് പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇയാളാരാ ഇതെല്ലാം പറയാൻ? ഇയാളെ അപ്പോസ്തലനാക്കിയത്? ഇയാൾക്ക് കൈവപ്പ് കിട്ടിയിട്ടുണ്ടോ? എവിടെ വെച്ചാൽ കിട്ടിയ? തർക്കമാണ്. 9-ല്. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണമെല്ലാം ഭക്ഷിച്ച് പട്ടുപോലെ നമ്മുടെ ചരിത്രമാണ്. 11-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് 2 വിഷയം. ഒന്ന് ഫാഷൻ, 2 തിരുമേശം. ലോകത്തിൽ ഏത് ഫാഷൻ ഇറങ്ങിയാലും സൺഡേ അത് സഭയെ കൊണ്ട് പ്രദർശിപ്പിക്കും. പിന്നെ വരുന്നുണ്ട്. 12-ാം അധ്യായം കൃപാവരങ്ങളെ പറ്റിയാണ്. നിന്ന് പോയിട്ടില്ല. നിന്നെന്ന് ആ ചെറുതി പറയുന്നത് നിന്നിട്ടില്ല. 13-ാം അധ്യായത്തിൽ ഇതെല്ലാം പ്രത്യേകമായ ശ്രേഷ്ഠവരം, സ്നേഹം. അതില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. 14-ാം അധ്യായം കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധം. ചിലർക്ക് വരമുണ്ട്, വിവരമില്ല. അപ്പൊ വരം വേണം, പക്ഷെ അത്യാവശ്യമായിട്ട് വിവരം വേണം. അതാണ് 14. 15-ാം അധ്യായം വിശുദ്ധന്മാരുടെ മരണം, അടക്കം, ഉയർപ്പ്, രൂപാന്തരം, അതൊക്കെ പ്രത്യാശയ്ക്ക് വരുന്ന അധ്യായമാണ് 15. 16-ാം അധ്യായം എല്ലാവർക്കും തൃപ്തിയില്ല. കാരണം ആഴ്ചവട്ടത്തിന് 1-ാം നാളെ ചരടിച്ചു കൊണ്ട് വെച്ചത് കഴിഞ്ഞ് കൊണ്ടുവരണം. അത് വലിയ തൃപ്തിയില്ലാത്ത കേസാണ്. മധുരവും ചൊല്ലിക്കണം. ഇതാണ് ഓടിച്ചു പോയാൽ ഈ അധ്യായങ്ങളിൽ കൊണ്ട് കയറി ഇറങ്ങിയാണ്. ഓർപ്പിച്ചത് 1-ാം അധ്യായത്തില് ഇവരുടെ ഇടയിൽ പക്ഷം പിടിക്കുക. പക്ഷം പൗലോസിന്റെ പക്ഷവും അപ്പൊല്ലോസിന്റെ പക്ഷവും കേമാനിന്റെ പക്ഷവും ക്രിസ്തുവിന്റെ പക്ഷം എല്ലാം പക്ഷം. ഇത് പാടില്ല. ചില ഇടങ്ങളില് മുഴുവൻ പക്ഷമാകില്ല, ഗ്രൂപ്പിസമാണ്. പാലന് എല്ലായിടത്തും ഉണ്ട്. ഒരു 98% ഇടങ്ങളിലും ഉണ്ട് പക്ഷമാണ്. ചില ഇടങ്ങളിലെ പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു പക്ഷം, ട്രഷറും കമ്മിറ്റിയും കൂടെ ഒരു പക്ഷം, ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ചില സമയത്ത് എന്നാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, ലണ്ടൻ എല്ലാം കൂടെ ഒരു പക്ഷം, നാടനെല്ലാം കൂടെ വേറൊരു പക്ഷം. ചില സമയത്ത് ചെന്നാൽ നല്ലതുപോലെ വെളുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, നല്ലതുപോലെ കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, ഇരുന്നതെല്ലാം കൂടെ ഒരു പക്ഷം, വിളറിയതെല്ലാം കൂടെ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ചില വീടുകളിൽ ചെന്ന അമ്മയും മോനും ഒരു പക്ഷം, അപ്പനും മോളും വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. അപ്പൊ ഇത് പേടിയിലാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവര് ഒരു കൃപാവരത്തിന് കുറവില്ലാത്തവരാണ്. അവരുടെ ഇടയിലാണോ പക്ഷം? എല്ലാ കൃപാവരും ഉണ്ടല്ലോ. വായിച്ച ഇവരുടെ ക്വാളിറ്റി 1-4 വായിച്ചു. 1-4 ചടികടാന്ന് വായിച്ചു തരണേ.
നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷ സകല വചനത്തിലും ആ പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവർ. അപ്പൊ എല്ലാ കൃപാവരങ്ങളും കൊടുത്ത സമയമുണ്ട്. എല്ലാ വരങ്ങളും ഉണ്ട്. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വിവിധ ഭാഷയുണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനമുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, ബീജപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുടെ എല്ലാ വരങ്ങളും കൊടുത്ത സമയമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. പിന്നെ ഇവര് സാക്ഷി പറയാനും എടുക്കല. സാക്ഷി ഉണ്ട് താനും പറയാനും അറിയാം. നല്ല പപ്പും തൂവലും വെച്ച് പറയാൻ അറിയാം. ചില വിഷയം കിട്ടിയാൽ മതി പൊലിപ്പിച്ച് പറയാൻ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും സഹായത്തിനുണ്ട്. പനി വന്ന് സൗഖ്യമായെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് നിന്ന് പറഞ്ഞ് ഇറങ്ങിയൊക്കെ വരുമ്പോ ഒരു 5-6 മിനിറ്റ് എടുക്കും. അതുപോലെ പറയാൻ ഇവർക്ക് അറിയാം. മോടെ കല്യാണം നടന്നു, ദൈവമക്കൾ ചിത്രം പറഞ്ഞാൽ മതി. അത് ആലോചനയുടെ സമയം മുതൽ നിന്നെന്ന് പറയുമ്പോൾ ഇതും വന്നത് ഇരുന്നത് എല്ലാം പറയാൻ അറിയാം. അപ്പം ഇവരതിന് തന്നെ എടുക്കുള്ളവരാണ്. ദൈവം ഒരു വീട് തന്നു, പ്രാർത്ഥിച്ചു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, നന്ദി, ഇത്ര പറഞ്ഞാൽ മതി. പക്ഷെ അതിന്റെ കട്ടള പണത് 1000 പേര് മുതൽ നമുക്ക് തുടങ്ങും. പറയാൻ അറിയാം, മെനക്കെടുത്താ കൂടുതൽ. അപ്പൊ ഇവര് ഒരു കൃപാവരത്തിന് കുറവില്ലാത്തവരെന്നാണ് എഴുതിയേക്കുന്നത്. എല്ലാ കൃപാവരവും ഉണ്ട്. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷ സകല വചനത്തിലും പരിജ്ഞാനത്തിലും. ഒന്ന്, ഇവര് സാക്ഷി പറയും, സാക്ഷി പറയാൻ അറിയാം, സാക്ഷ്യമുണ്ട്. 2, വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. വചനത്തിൽ ഭയങ്കര തിട്ടമാണ്. അതുകൊണ്ട് വേദപുസ്തകം പോലും കൊണ്ടുവരികയില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. വെറുതെ ഇനി പോലില്ല, പുസ്തകമൊന്നും കയ്യിൽ നമ്മൾ എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞകത്ത്. ആയിക്കോട്ടെ, എല്ലാം അകത്തുണ്ടെന്ന്. എവിടെ പോവാം? യൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അല്ല, നിങ്ങളുടെ മാസ്റ്റർ പറയുമ്പോഴാണ് ചിലപ്പോൾ പാസ്പോർട്ട് ചിലപ്പോൾ കൊണ്ടുപോകുന്നത്. ഞാനിപ്പോ പറഞ്ഞേറ്റൊന്നും പോകില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കൃപാവരത്തിന് കുറവില്ലെന്നാണ്. ഇവർക്ക് വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. അങ്ങനെ 4-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിശേഷ സകല വചനത്തിലും എല്ലാ വചനവും അറിയാം. വചനം നന്നായിട്ട് ഇവർക്ക് അറിയാം. നല്ലതുപോലെ വചനം അറിയാം. പാസ്റ്റർമാര് വാക്യം വായിക്കുമ്പോൾ അറിയാം ഏതൊക്കെ മേഖലയിൽ കൂടെ കയറി പോകും. അത്രയ്ക്ക് തിട്ടമാണ്. അതുകൊണ്ട് വേറെ പുസ്തകം കൊണ്ടുവന്ന ആൾക്ക് തുറക്കത്തുമില്ല, തുറന്നാലോട്ട് വായിക്കുകയില്ല. ഇപ്പൊ പിന്നെ ചിലത് വേറെ പുസ്തകമല്ല, മൊബൈലുമായിട്ടാണ് വരുന്നത്. ഉപദേശമാര് വരെ മൊബൈലുമായിട്ടാണ് വരുന്നത്. ഒരു ശുശ്രൂഷയുടെ സമയത്ത് മൊബൈൽ തോണ്ടിയാ വായിക്കുന്നത്. എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ യോജിക്കും, എല്ലാവരും തന്നെ ചെയ്യുന്നു. മൊബൈൽ നല്ലതാ, കമ്പ്യൂട്ടർ നല്ലതാ, ടാബും ഒക്കെ നല്ലതാ. പക്ഷെ ഒരു ശുശ്രൂഷയുടെ സമയത്ത് വേദപുസ്തകം വായിക്കുകയും എടുക്കുകയും ചെയ്യുന്നതാ യോഗ്യത. ഇത് പറഞ്ഞാൽ ഏക്കുകയല്ല, വേറൊരു മേഖലയിലോട്ടായിപ്പോയി. പറയുന്നവനെ എല്ലാം ഒറ്റപ്പെടുത്തും. അവസാനം അടിയന്തര കമ്മിറ്റി വിളിച്ച് പറയും, പുള്ളിയെ നീ ഒരക്ഷരം പറയാൻ അനുവദിക്കരുതെന്ന്. അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ പോവുക. അപ്പൊ എന്തായാലും വചനത്തിൽ നല്ല തിട്ടമുള്ളവരാ കൊടുത്ത് വിശ്വാസം. അവര് നിങ്ങൾ വിശേഷ സകല വചനത്തിൽ പരിജ്ഞാനം, നല്ല പരിജ്ഞാനമാണ്. നല്ല പരിജ്ഞാനമായതുകൊണ്ട് കൈയടിക്കോ പാടുകയോ പ്രാർത്ഥിക്കോ ചില സമയത്ത് നല്ല പരിജ്ഞാനത്തോടെ ഇരിക്കത്തേ ഉള്ളൂ. ഫ്രണ്ടില് നമ്മളത് അനങ്ങുന്നുണ്ട്. പരിജ്ഞാനമുള്ളയാണ്. മറ്റേ പുള്ളി സ്തോത്രം പറഞ്ഞ് കൈയടിക്കുക. ഇതാണ് നമ്മുടെ രീതിയിലെ നിലപാട്. കനവുള്ള അമ്മാമ്മ അനങ്ങാതിരുന്നാൽ പറയാം, അമ്മാമ്മ സ്റ്റാൻഡേർഡ് ഉള്ള അമ്മാമ്മയാണ്. സ്തോത്രം കൂടുതൽ പറയുമ്പോൾ മോളിൽ വരും. ഇതായിപ്പോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സ്തോത്രം പറയുന്നത് ഇപ്പൊ മിണ്ടുന്നില്ല. അവൻ 2 സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നതാ, കൈ അടിച്ചുകൊണ്ടിരുന്നവനാ. ഈ വാർത്താൻ കാരണം അവനും കൂടെ. അവന് ഈ കുട്ടനാട്ടിലൊരു ചൊല്ലുണ്ട്, കുട്ടനാട്ടുകാർക്ക് അറിയാം. ഈ മീൻകൂടിനകത്ത് കാരി കയറിയാൽ പിന്നെ വേറൊരു മീൻ കയറുകയല്ല. കാരി കയറിയാൽ പിന്നെ അതിനകത്ത് വേറൊരു മീൻ ഇത് കയറി കഴിഞ്ഞാൽ നേരത്തെ കിടക്കുന്നവനെ കുത്തും കൊടുത്തനെ ഇങ്ങോട്ട് കയറ്റുകയില്ല. കൂടിന്റെ വാതിൽ കണ്ടു നോക്കുവായിരുന്നു. ചില സമയം കയറി കഴിഞ്ഞാൽ നേരത്തെ ഉള്ളവര് ക്ഷീണവും വരും, പുതുതായിട്ടൊന്നും വരികയില്ല. ഇവരെന്ന് കയറി അന്ന് ഇതിന്റെ മറികടങ്ങലാണ്.
നിങ്ങൾ സ്തോത്രം ഒന്നും പറയണ്ട, വേണ്ട വേണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളെ കണ്ട മര്യാദ കിട്ടുന്നതാണ്. പറഞ്ഞില്ലേ പുള്ളി എന്നാ ചെയ്യും? പുള്ളിക്ക് ദൂത് കിട്ടും. എന്റെ ദൂതമുണ്ട്, പ്രാർത്ഥിച്ച് ദൂതമായിട്ടാവുന്നത്. നിങ്ങൾ അങ്ങ് കേട്ടാ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്, ഭയങ്കര പരിജ്ഞാനം. യോഗത്തിന്, പെന്തിക്കോസ് യോഗത്തിന് വന്ന് കൈയടിക്കാതെ പാടാതെ പ്രാർത്ഥിക്കാതെ സ്തോത്രം പറയാതെ ഇരിക്കുന്ന നല്ല പരിജ്ഞാനം. ശരി ധരിച്ചേക്കുന്ന അതാ പരിജ്ഞാനം എന്നാണ്. അത് സ്റ്റാൻഡേർഡാണ്. അല്ലല്ല, അത് സ്റ്റാൻഡേർഡ് അല്ല, ഇതിന്റെ വെള്ളത്തരമാണ്. പെന്തിക്കോസ് യോഗത്തിന് വന്നാൽ വേണ്ട, അതിലുണ്ട് കേട്ടാ മതി എന്ന് പറഞ്ഞു. വേറെ വായിച്ചു 1-ാം വാക്യം 4-ാം വാക്യം 1-4 വായിച്ചു. കൊടുത്തിട്ട് എഴുതി 1-ാം ലേഖനം 1-4 വായിച്ചു. അവന് കണ്ടില്ലേ? 1-4 കണ്ണിന് തള്ളവന്റെ താഴെ വായിച്ചു. ഉറക്കെ വായിച്ചു. നഷ്ടപ്പെട്ടെന്നോ നൽകപ്പെട്ട ഇതാണ് പിടിക്കരുതെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യും. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി. ആദ്യമായിട്ട് വായിക്കാന്ന് വായിച്ചല്ലോ, വലിയ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ഒരു കൃപാവരത്തിന് കുറവില്ലാത്തവരാണ്. സാക്ഷ്യമുള്ളവര് വചനത്തിൽ തത്വമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിനും കുറവില്ല. പക്ഷെ അങ്ങനെയുള്ള ഇവരുടെ ഇടയിൽ ആ പക്ഷം പഠിക്കുന്നത് ഇത് ന്യായമോ എന്നാ പൗലോസ് ചോദിക്കുന്നത്. നിങ്ങൾ അന്യഭാഷ പറയുന്നില്ലേ? ഉണ്ട്. പിന്നെ പക്ഷം പിടിക്കാവോ? നിങ്ങൾ പ്രവചിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ നിങ്ങൾ ഗ്രൂപ്പ് കളിക്കുന്നേ? നിങ്ങൾ വെളിപ്പാട് കാണുന്നില്ലേ? പ്രവചനം വെളിപ്പാട് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാകും. സ്തോത്രം. അപ്പൊ ഇത് ശരിയായ അന്യഭാഷയും ശരിയായ പ്രവചനവും ശരിയായ വെളിപ്പാടും ഒന്നും അല്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞുള്ള പ്രവചനവും അന്യഭാഷ വീര്യപ്രവർത്തി ശുശ്രൂഷയാണെങ്കിൽ അവിടെ ഗ്രൂപ്പിസം വരികയല്ലോ. സ്തോത്രം. ചിലരുടെ മുഖഭാവം മാറുന്നതായിട്ട് കാണുന്നു. ദാനിയേൽ പ്രവചനത്തിൽ അങ്ങനെ വായിക്കുന്നതിന്റെ മുഖഭാവം മാറിയില്ല. അതുകൊണ്ട് ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് പാടില്ല. നാമെല്ലാം ഒരു അപ്പത്തിന്റെ അംശികളാണ്, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നോ? ഇല്ല. ആകയാൽ നാമും ഏക ആത്മാവിൽ ഏക സ്നേഹം കൊണ്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ ക്രിസ്തുവിന്റെ സന്തോഷവും ഹിതവും നിറവേറ്റുന്നവരായി. ദൈവത്തിന് മഹത്വം. എന്റെ വിഷയം അതൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ ഗ്രൂപ്പിസം അല്ല, എവിടെല്ലാം ഗ്രൂപ്പിസം ഉണ്ടാകുന്ന അവിടെല്ലാം പ്രശ്നമാണ്. ഞാൻ സാധാരണ പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്കറിയാം, ദാവീദ് രാജാവായി, ശൗല് മരിച്ചു. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പ് വന്നു. ഇപ്പൊ ഗ്രൂപ്പ് എന്നല്ല, പാനൽ എന്നാ പറയുന്നത് അല്ലേ? പാനല് ചാക്കോച്ചന്റെ പാനല്, തോമാച്ചന്റെ പാനല്. ആ പാനലിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. കാശുള്ളവരാ മെയിനായിട്ട് നിൽക്കുന്നത്. പിള്ളേരുടെ ഭാഷകളെ കാശ് വീശുന്നുണ്ട്. പാനലുകാർക്കെല്ലാം അങ്ങനെയൊക്കെ ആണെന്നില്ല മിക്കവരും കസേര തേടുന്നത്. അപ്പൊ എന്തായാലും ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് രണ്ട് ഗ്രൂപ്പ്, രണ്ട് പാനല്. ഒരു പാനലിന്റെ നേതാവ് അബ്നേരാണ്, വേറൊരു പാനലിന്റെ നേതാവ് യോവാബ്. യോവാബ് ആരാന്ന് ചോദിച്ചാൽ ദാവീദിന്റെ രണ്ട് പെങ്ങന്മാരിൽ ഒരു പെങ്ങൾ ആ സെരൂയയ്ക്ക് 3 ആൺപിള്ളേരുണ്ടായിരുന്നു. യോവാബ്, അബീശായി, അസാഹേല്.
അസാഖയെ പറ്റി എടുത്തിരിക്കുന്നത് കാട്ടുകഥയെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അപ്പോൾ ദാവീദിന്റെ പെങ്ങളുടെ മകന യോബാബ്, അത് ആ ഒരു ബാലന്റെ നേതാവ്, അനന്തരവൻ. അപ്പുറത്തെ ബാലന് ശൗലിന്റെ ബാലന. ആ ശൗലിന്റെ ബാലന്റെ നേതാവ് അബ്നേരാണ്. അബ്നേർ അതാരാന്ന് ചോദിച്ചാൽ ശൗലിന്റെ അപ്പൻ. ആ ശൗലിന്റെ അപ്പൻ ആരാണ്? ശൗലിന്റെ അപ്പൻ ഉറക്കെ പറഞ്ഞു കീശൻ. അപ്പൊ ശൗലിന്റെ അപ്പൻ കീശൻ. കീശിന്റെ സഹോദരൻ ഒരാളുണ്ടായിരുന്ന ആരാ? കീശിന്റെ സഹോദരൻ ഇപ്പൊ നിങ്ങൾ ചിലത് ചിന്തിക്കുക, ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ചെങ്കിൽ പ്രസംഗിച്ചു പോയാൽ മതി, ഞങ്ങളോട് ചോദ്യമൊന്നും അല്ല. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം തികഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചത്. ഇരിപ്പ് കണ്ടിട്ടെല്ലാം തികഞ്ഞു, കാതളം ധരിക്കാത്ത മൈക്കിലാണ് ചെല്ലിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചത്. അപ്പൊ ഈ കീശിന്റെ സഹോദരൻ നേരുണ്ടോ ഇല്ലോ എന്നുള്ളത് പിന്നത്തെ കാര്യം. നേരിന്റെ മകനാണ് അബ്നേർ. അപ്പൊ ഇപ്പോഴത്തെ ഗ്രൂപ്പിന്റെ നേതാവ് അബ്നേർ, അപ്പുറത്തെ ഗ്രൂപ്പിന്റെ നേതാവ് യോബാബ്. യോബാബ് ദാവീദിന്റെ അനന്തരവൻ. അബ്നേര് ശൗലിന്റെ അപ്പൻ, കീശിന്റെ സഹോദരൻ നേരിന്റെ മകൻ അബ്നേർ. അപ്പൊ ഈ ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് പാനലുണ്ടാക്കി ഗിബയോൻ കുളത്തിന്റെ അടുക്കൽ ഇവർ വന്നു. ഇവരപ്പറയും മറ്റവർ ഇപ്പറയും. അപ്പൊ പറഞ്ഞു, ബാല്യക്കാരനെ നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. കാരണം കളിക്കാൻ സമയമുണ്ടല്ലോ. ഇപ്പം പെന്തിക്കോസ്തുകാർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പണ്ട് ആ നേരമില്ലാതെ സഹോദരിമാരുടെ കാര്യം തന്നെ എടുക്കുക, ഇഷ്ടംപോലെ സമയമുണ്ട്. പണ്ട് ഇവിടുത്തെ തീരദേശത്തെ അല്ലെങ്കിൽ ആലപ്പുഴ പട്ടണത്തിലെ രീതി അറിയത്തില്ല. പഴയ ഗ്രാമാന്തരീക്ഷം വെച്ച് ഞാൻ പറയുക, ഇഷ്ടമുണ്ടായി ചോദിച്ചത്. പണ്ട് ഒത്തിരി ബന്ധപ്പാടാണ്. ഗ്യാസ് ഇല്ല, ഫുഡില്ല, മിക്സി ഇല്ല. അപ്പൊ അതിൻ്റെതായ തിരക്കുണ്ട്. പിന്നെ കന്നുകാലിയുള്ള വീടുണ്ട്. 2-3 പശുക്കളും ആടും കോഴിയും താറാവും. അപ്പൊ ഇതെല്ലാം വലിയ ബന്ധപ്പാടാണ്. പിന്നെ ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി സുലഭമല്ല. പെട്ടെന്ന് വെള്ളം ചൂടാക്കാനോ ഒന്നും ഒക്കത്തില്ല. ഇപ്പം ബാത്റൂമിൽ ഹീറ്ററും ഒക്കെ ഉണ്ട്. നമ്മൾ സ്വിച്ചിട്ട് അകത്തോട്ട് കയറിയാൽ മതി. ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം ചൂടാം. പണ്ട് മുറ്റത്ത് അല്ലെങ്കിൽ അടുപ്പ് കൂട്ടി വെള്ളം കത്തിച്ച് അടുപ്പ് കത്തിച്ച് വേണം. അപ്പൊ അതിനൊക്കെ സമയമുണ്ട്. അത് ഒത്തിരി ബന്ധപ്പാടാണ്. കല്ല് വെച്ച് അരയ്ക്കുന്നത് ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ചിലരുണ്ട്. കല്ല് വെച്ച് അതുകൊണ്ട് വെളുപ്പിനെ റോഡിൽ കൂടെ നടക്കുന്നൊന്നുമില്ലായിരുന്നു. കാരണം അരയ്ക്കുന്നതുകൊണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യാത്തതുകൊണ്ട് മാമ്പഴം തമ്മിൽ രാവിലെ ശവകോട്ടപ്പാലം മുതൽ ഇരുവാരം വരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. കുറ്റമല്ലി പറഞ്ഞ കുറ്റമല്ല, കുറ്റം. അപ്പൊ പണ്ട് ഒത്തിരി ബന്ധപ്പാടുകളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സമയമില്ല. കളിക്കാനായിട്ട് സമയമില്ല. ഇപ്പൊ നമുക്ക് യഥേഷ്ടം സമയമുണ്ട്. ചെല്ലി പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്ങനെ ഒരു ദിവസം തള്ളി നീക്കുന്നത് മിണ്ടുന്നില്ല. ഒരു ദിവസം ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ ഇരുന്ന് തോത്രം പറയാന്ന്. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം ഇഷ്ടംപോലെ നമുക്ക് സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. സഹോദരന്മാർക്കും അതങ്ങനെ തന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്. പണ്ടത്തെ രീതി അല്ലല്ലോ. ഇഷ്ടംപോലെ സമയമുണ്ട്. അല്ല, ഞങ്ങൾക്ക് ഉപദേശമാർക്കും ഇഷ്ടംപോലെ സമയമുണ്ട്. ഉണ്ട്. മിക്ക സമയങ്ങളും എല്ലായിടത്തെയും കാര്യമല്ല. മിക്കയിടത്തും ആഴ്ച 3 യോഗമുള്ളു. 1 സഭായോഗം, 2 വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, 3 ഒരു കോട്ടേജ് മീറ്റിംഗ്. എല്ലാം കൂടെ ഒരു 3, 6, 3, 9 എല്ലാം കൂടെ 12 മണിക്കൂറത്തെ പ്രോഗ്രാം. ശുശ്രൂഷ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു 3 മണിക്കൂർ, സഭായത്തിന് ഒരു 3-4 ആയിക്കോട്ടെ, 3-4 7, വീട്ടു പ്രാർത്ഥനയ്ക്ക് ഒരു 3, 7, 3, 10 അല്ലെ 12 ആയിക്കോട്ടെ. 12 മണിക്കൂറത്തെ പരിപാടിയെ എല്ലാവരുടെയും കാര്യമല്ല, മിക്കടത്തും. പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്.
ശരിക്കും ചിന്തിച്ചാൽ മിക്കവരും ഒരു ദിവസം പോലും വേല ചെയ്യുന്നില്ല. 7 ദിവസത്തിൽ ഒരു ദിവസം പോലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഗവൺമെന്റ് സർവീസിൽ എത്ര മണിക്കൂറാണ്? 8. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. ഒരാളെയോ ഒരു സഭയെയോ ഒരു വ്യക്തിയോ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. എന്നാൽ നന്നായിട്ട് വേല ചെയ്യുന്നവരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മിക്ക ഇടങ്ങളിലും ഒരു 10 മണിക്കൂറത്തെ ഇതേ ഉള്ളൂ. പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇവിടെയാണ് പറഞ്ഞ ബാല്യക്കാർ നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. നിങ്ങൾ ആ വാക്യം വായിച്ചേ, എടുത്തവരൊന്ന് വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 തോന്നുന്നു. ആ കണ്ണിക തുറന്നുണ്ട്. എടുത്തവരൊന്ന് വായിച്ചേ, ഞാൻ പറയും. ഗിബെയോനിലേക്ക് വന്നു. അടുത്തത് ഗിബെയോനിലെ കുളത്തിനരികെ വെച്ച്. അടുത്തത് അവര് കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവര് കുളത്തിന്റെ അപ്പുറത്തും. അവര് 2 പാനല കണ്ടോ? ഇവർ ഇപ്പുറത്തും മറ്റവര് 2 പാനല്. അടുത്തത് അപ്പൊ അബ്നേര് യോവാബിനോട്. അബ്നേര് ശൗലിന്റെ പാനലിന്റെ ആളാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഇപ്പോൾ കിടന്ന് വായിക്കുന്നത് നേരത്തെ വായിക്കാൻ മേലാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ പിന്നെ ആരോട് പറയാം? നമ്മളെല്ലാം കടന്നു കിടന്ന നിങ്ങളുടെ മുഖം ഒന്ന് കാണുന്നുണ്ട്. ഒന്നുകൂടെ വായിച്ചേ സഹോദരി. അല്ല, എല്ലാം വായിക്കണ്ട. അവരിപ്പുറത്തോടെ മുതൽ വായിന്. അവര് കുളത്തിന്റെ ഇപ്പുറത്തും അപ്പുറത്തും അപ്പൊ ഇപ്പുറത്തും അപ്പുറത്തും 2 പാനൽ, 2 ഗ്രൂപ്പ്. അടുത്തത് അപ്പൊ അബ്നേർ യോവാബിനോട്, ബാല്യക്കാരെ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ. ഇത് കളിക്കാനുള്ള സമയമാണോ? കുഷ്ഠരോഗികൾ പറഞ്ഞൊരു പദമുണ്ട്. ഇത് സത്വർത്തമാന ദിവസമാണ്. നമ്മൾ മിണ്ടാതിരുന്ന നമുക്ക് കുറ്റം വരും. മനസ്സിലായോ? ഇത് സദ്വർത്തമാന ദിവസമാണ്. പകൽ ഉള്ളിടത്തോളം വേല ചെയ്യണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരാൻ പോകുക. ഇത് കളിക്കാനുള്ള സമയമല്ല. അന്യോന്യം ചെളി വാരി എറിയാനും ഗ്രൂപ്പ് പിടിക്കാനും ഓട് പിടിക്കാനും ഇലക്ഷൻ നടക്കാനും കളിക്കാനും അപ്പോഴേ ഇപ്പോഴും കയറി നുണയും പൊതിയും പറയാനും കൂട്ടി പിടിപ്പിക്കാനും സഭയ്ക്കകത്ത് വന്ന് കമ്മിറ്റി കൂടാനും ബഹളം ഉണ്ടാക്കാനും അവൻ കസേര പൊക്കാനും തല്ലുണ്ടാക്കാനും കൈ ഓങ്ങാനും അതിനുള്ള സമയമല്ലിത്. Praise the Lord. Praise the Lord. അലവേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാതൻ പണിയിടും, ശൂലമിയാളെ. കാലത്തിരവിൽ കാതൻ വന്നിടും, കാത്തിരിക ഈ ശൂലമിയാളെ. രാമും പകലും പവിത്ര ജീവിത ശോഭയെ തേടി ശൂലമിയപ്പോൾ കാത്തിരിക്കാനി കാന്തൻ വരുമേ ഉണരുസിയോനെ. ശൂലമിയപ്പോൾ കാത്തിരിക്കാനി കാന്തൻ വരുമേ ഉണരുസിയോനെ. ഇത് കളിക്കാനും എന്റെ ഭാഷയാണ്. നിങ്ങൾക്ക് ചിലപ്പം എല്ലാ ഭാഷ ഇഷ്ടപ്പെടുകയില്ല. കളിക്കാനും മേളാനിക്കാനുള്ള സമയമല്ല. എന്തുവാ അമ്മ ചോദിക്കുന്നത്? എന്നാണ് എന്തുവാ വാക്യം? ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു ചുമ്മാ ചോത്രം പറയാതെ കേൾക്കണമെന്ന്. ചോത്രം നല്ലതാ. ഇത് കേട്ടോണ്ട് പോയി. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12. അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതോ ഇങ്ങോട്ട് പറഞ്ഞാണോ? അങ്ങോട്ട് പറഞ്ഞാണ്. അപ്പം മാമയാ കേൾക്കാൻ. ദൈവത്തിന് മകൾ സതീശന്റെ അമ്മയല്ലേ? ദൈവത്തിന് മകൾ നിർപ്പാറക്കാരിയായതുകൊണ്ടാണ്. അതെ. അപ്പം
ഞാൻ ഇവിടെ എന്ന് പറയാം, ഇതിനൊക്കെ കേൾവിക്കാൻ. അപ്പൊ ഇവര് കുളത്തിന് ഇപ്പുറത്തും മറ്റൊരു കുളത്തിന് അപ്പുറത്തും രണ്ട് ഗ്രൂപ്പാണ്. അപ്പുറത്തെ ഗ്രൂപ്പിന്റെ നേതാവാണ് യോവാബ്, ഇപ്പുറത്തെ പാനലിന്റെ ആളാണ് അബ്നേർ. രണ്ടും കുറഞ്ഞ പുള്ളിക്കാരല്ല. യോവാബ് ദാവീദിന്റെ പെങ്ങളുടെ മോൻ അനന്തരവനാണ്. അബ്നേർ ശൗലിന്റെ ഫസ്റ്റ് കസിനാണ്, കുറഞ്ഞ ആളല്ല. ഈ സഭക്കെട്ടാതിന് പ്രശ്നം ഉണ്ടാക്കുന്നതും എല്ലാം ഇങ്ങനെ കട്ടക്കട്ടയുള്ളവരാണ്. പാവത്തങ്ങൾ വന്ന് പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുള്ളൂ. ഈ കൊമ്പന്മാരായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, നിങ്ങളെല്ലാ സഭകളും എടുത്തേ. സാധുക്കളും ആയ ആൾക്ക് സാധുക്കളെന്ന് ഞാൻ ഉദ്ദേശിച്ച കാശില്ലാത്തവരുടെ കാര്യമല്ല. ചെലിങ്ങനെ മമ്മി ഇരിക്കുമ്പോൾ നമ്മളൊന്നും പാവമാണ്, പാവമെന്ന് വല്ല കാശും പുത്തനമില്ലായിട്ട് മമ്മി ഇരിക്കുക. 10 രൂപ എന്റെ കൈ വന്നിട്ട് ബന്ധം കഴിഞ്ഞ തനിനിറം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മളോർക്കും ഒരു പഴയ സാരിയും ഒരു പഴയ കണ്ണടയൊക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയോ പാവത്താണ്. ഒരു പാവമല്ല, തള്ള കപ്പലേ ആടി പ്ലെയിനിലേക്ക് കയറുന്നതാണ്. പിന്നെ ഇപ്പം കാശും പുത്തനും ഇല്ലാത്തത് കൊണ്ട് മമ്മി ഇങ്ങനെ ഇരിക്കുക. മരുമക്കളൊന്നും മാറട്ടെ, എന്നാലും തനിനിറം പറയാം. 3 തെളിവ് തരാൻ ഞാൻ. സഹോദരന്മാരുടെ ഇരിപ്പിൽ തന്നെ ഒരു പാവ സഹോദരനാണ്. അവൻ പാവമല്ല, ഇച്ചിരി പരുവക്കേടായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവന്റെ ആ പപ്പും പോലും ഒക്കെ ഒന്ന് വെക്കട്ടെ, അതായത് അറിയാതിന് തെളിവ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആ സാധു നല്ല ഉദ്ദേശിച്ചു. ദൈവത്തിന് മതം ആത്മിക ജീവിതത്തിൽ സാധുക്കളുണ്ട്, അവരെ കാണാനറിയാം. ഇവിടെ ഈ പ്രാങ്കില് കളിക്കുന്നത് കുറഞ്ഞ പുള്ളിക്കാരല്ല, എല്ലാം പിടിപ്പുള്ളവരാണ്. ഒന്ന് ശൗലിന്റെ ഫസ്റ്റ് കസിന്, മറ്റേത് ദാവീദിന്റെ അനന്തരവൻ. ഒരാള് കടന്നുപോയ രാജാവിന്റെ കസിന്, വേറൊരാള് ആദ്യത്തെ രാജാവിന്റെ അനന്തരവൻ. കുറഞ്ഞ പുള്ളിക്കാരാണ്. ഒരാള് ബെന്യാമീൻ ഗോത്രക്കാരൻ, ഒരാൾ യഹൂദ ഗോത്രക്കാരൻ. രണ്ടും കട്ടക്കട്ട നിൽക്കുക. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി പുറകോട്ട് മാറുമോ? ഇല്ല. യഹൂദ ബാലസിംഹം പുറകോട്ട് മാറുമോ? ആർക്കും വഴി മാറാത്ത സിംഹമെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ 2 ടൈപ്പ് സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഉണ്ട്. അവിടുത്തെ ഉപദേശിക്കുന്ന ഉപവാസമായിട്ട് കഞ്ഞി കുടിച്ച് ചാടുകയല്ല. കാരണം ഒരുത്തൻ കടിച്ചു കീറാൻ നിൽക്കുക, ഒരുത്തൻ ചാടി വീഴാൻ നിൽക്കുക. സിംഹം ഉപദേശിക്കുന്ന പൊടിയരിക്കഞ്ഞിയും മുളക് ചമ്മന്തി. കാരണം പകല് മുഴുവൻ ഉപവാസമാണ്, വൈകിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ എന്നെ ഫോട്ടോ കളിപ്പിക്കുകയാണ്? ചുരുക്കി പറഞ്ഞാൽ ഇവരും രണ്ടും മിടുക്കന്മാരാ. അപ്പൊ അബ്നേരും യോവാബും. അപ്പൊ ഇവർ പറഞ്ഞ ബാല്യക്കാര് നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെ. ഇത് കളിക്കാനുള്ള സമയമാണ്. ഒരു കാര്യം പറയാം, സഭ കളിക്കാനുള്ള സമയമാണ്. ചില ആൾക്കാർ ഞായറാഴ്ച കളിക്കാൻ വരുന്നവരാ, ആരാധിക്കാൻ വരുന്നതല്ല. ഇവിടെ ആ ഇരിപ്പും ആ നോട്ടോ ആ ഇടപാട് നമ്മൾ ഇവൻ ആരാധിക്കാനോ ദൈവത്തെ വിളിക്കാനോ ദൈവത്തെ സേവിക്കാൻ വന്നതല്ല. ഇവൻ ഞായറാഴ്ച ചില പ്രശ്നത്തിനും കളിക്കാനും വന്നതാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ. ആ കളിക്കാൻ വരുന്നവരെ കണ്ടാൽ മതി, ആരാധിക്കാൻ വരുന്നവരെ കാണാൻ. അത് ആരാധിക്കാൻ വരുന്നവന്റെ രീതിയും വരവും ഇരിപ്പും ഒക്കെ കാണുമ്പോൾ അറിയാം ഇവൻ ദൈവത്തെ ആരാധിക്കാൻ വരുന്നതാണ്. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാനും കലകമുണ്ടാക്കാനും കളിക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവനെ കണ്ടാൽ അറിയാം അവൻ വരുന്നതും അറിയാം, ഇരിക്കുന്നതും അറിയാം. സ്തോത്രം. അപ്പൊ ഇവര് പറഞ്ഞു ബാല്യക്കാരൻ നമ്മുടെ മുമ്പാകെ വന്ന് കളിക്കട്ടെ. അടുത്ത വാക്യം അവിടെ ഇരുന്ന് വായിച്ചിട്ട് ഇവിടെ ഇനി വാ, ഇവിടെ വന്നിരിക്കും. പേരെന്തുവാ? ഉറക്കെ വായിക്കും. ബാല്യക്കാരൻ നമ്മുടെ മുമ്പാകെ വന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു അടുത്തവ. അങ്ങനെയാകട്ടെ യോവാബ് കളിക്കട്ടെ. ടൈമുണ്ടല്ലോ, കളിക്കാൻ സമയമുണ്ട്, കളിക്കട്ടെ. അടുത്തത് അങ്ങനെ ബെന്യാമീന്യരുടെയും അവിടുന്ന് ഒരു 12 പേര്, 12 ഇപ്പോഴത്തെ ഭാഗത്ത് നിന്ന് 12 അങ്ങനല്ലേ? അപ്പൊ എണ്ണമൊത്ത് എഴുന്നേറ്റല്ല, അങ്ങനല്ലേ? എണ്ണമൊത്ത്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു 12 പേര്, ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ നിന്ന് 12. അപ്പൊ ചുരുക്കി പറഞ്ഞ 24 പേര് കളിക്കാൻ. ഇപ്പൊ നേതാക്കന്മാര് കളിക്കാൻ അവര് കളിപ്പിച്ചു. അവര് ഫോൺ ചെയ്തു, ഓഫീസിൽ നിന്നും മിണ്ടുന്നില്ല.
പോയിട്ടാണ്. അവര് കളിക്കത്തില്ല, കളിപ്പിക്കുക. അല്ല, ചിലര് കളിച്ചില്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫറിന്റെ സമയത്ത് അവർക്ക് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എന്തിനായിരുന്നു ഇതൊക്കെ ഇവിടെ പറയുന്നത്? വേണ്ട, പറയുന്നില്ല, വിട്ടേക്കാം. ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. നിന്നെ ഒരാള് കളിക്കാൻ പറഞ്ഞാൽ നീ അങ്ങനെ കളിക്കരുത്. ചാടിക്കളിക്കണ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ നീ ചാടിക്കളിക്കരുത്. ഏത് വ്യക്തികളുടെ മുഖത്ത് നോക്കി പറയണം, എന്നെ ഇതിനല്ല ദൈവം വിളിച്ചത്, ഈ കാര്യത്തിനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. പാപത്തിന്റെ പടികുടിയിൽ പിശാചിന്റെ പിടിയിൽ ഒരു കണ്ണിന് പോലും ദൈവമാണ് ജീവിതം വഴിമുട്ടി ആത്മഹത്യയുടെ പക്കത്ത് നിന്നപ്പോൾ എല്ലാം നശിച്ചവനായി ഒരു കണ്ണിന് പോലും ദൈവമായിരുന്നപ്പോൾ എന്റെ യേശു എന്നെ രക്ഷിച്ചു, എന്റെ ദൈവം എന്നെ രക്ഷിച്ചു. ദൈവം എനിക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, ബലം നൽകി, നന്മ നൽകി. ഞാനിതിന് നിൽക്കത്തില്ല, എന്നെ ഇതിനല്ല ദൈവം വിളിച്ചതാണ്. ഇത് സധൈര്യത്തോടെ ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം ഉണ്ടായിരിക്കണം. അവര് ചാടാൻ പറയുമ്പോൾ നിന്ന് ചാടുകയും അവര് പണ്ട് പേരൊന്നും പറയുന്നില്ല. സായിപ്പ് വന്ന് പറഞ്ഞു, നമ്മൾ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കണം. അപ്പൊ സായിപ്പ് വചനത്തിൽ ലഭിക്കണ്ടേ? സായിപ്പ് വേറെ പുസ്തകം താഴോട്ട് വെച്ച് പറഞ്ഞു, ബൈബിളിന്റെ പുറത്തോട്ട് കയറി നിൽക്കാൻ. വചനം വെളിവുള്ള സായിപ്പാണോ? വേദപുസ്തകം താഴോട്ട് വെച്ചിട്ട് മാസ്റ്റർക്ക് മനസ്സിലായി കാണും. നമ്മൾ വേറെന്ന് പറയുന്ന അറിയാത്തവരെ നമ്മൾ അറിയിപ്പിക്കണ്ട. സ്തോത്രം. ഇപ്പൊ നിങ്ങൾ എനിക്ക് ആ വാസ്തു നോക്കുമ്പോൾ ഞങ്ങൾ ഉച്ചകഴിക്ക് ചോദിച്ച് മനസ്സിലായപ്പോഴാണ്. ദൈവത്തിൽ ഓർത്ത് പറയരുത്, ദൈവത്തിന് നടന്ന കാര്യമാണ്. വെളിവില്ലാത്ത ഒത്തിരി സായിപ്പന്മാരുണ്ട്. സായിപ്പ് ബൈബിൾ നാടോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പേര് പറയാ, വേദിച്ച് അതിന്റെ പുറത്തോട്ട് കയറാൻ, ബൈബിളിന്റെ പുറത്ത്. കാരണം വചനത്തിൽ നിൽക്കണ്ടേ? അപ്പൊ പുള്ളി ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരിക്കുന്നു. പുള്ളിക്ക് കയറാമോ? കയറാൻ. കയറിയില്ലെങ്കിൽ സായിപ്പ് ഡോളർ കൊടുക്കുകയില്ല. കയറിയാൽ ഇവിടെ ഉള്ളവര് പുള്ളി ധർമ്മസങ്കടത്തിലാണ്. നടന്ന കാര്യമാണ്. അവസാനം പുള്ളിക്കൊരു മനസാക്ഷിക്ക് തോന്നിയാണ് ഒരു തൂവാല എടുത്ത് അതിന്റെ മേളിത്തേക്ക് പുള്ളി അന്ന് മുതൽ പ്രശ്നമായിരുന്നു. എടാ സായിപ്പല്ല, ഏത് ആര് പറഞ്ഞാലും എന്നെ അതിന് കിട്ടുകയായിരുന്നു മുഖത്ത് നോക്കി പറയണ്ടേ? മുഖത്ത് നോക്കി പറയണം. എന്നെ ഇതിനല്ല വിളിച്ചത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് ഏത് കാര്യമാണെങ്കിലും കളിക്കാൻ പറഞ്ഞപ്പോ എന്നെ ഇതിനല്ല വിളിച്ചത്. ഇങ്ങോട്ടൊരു ഒപ്പിട്ടോ, നമുക്ക് പാസ്റ്ററെ മാറ്റാൻ വേണ്ടിയാ എന്നെ ഇതിനല്ല വിളിച്ചത്. അങ്ങനത്തെ ആൾക്കാർ വീടുകൾ നമുക്ക് ഒപ്പിട്ടോ, നമുക്ക് പാസ്റ്ററെ ഉണ്ടെന്ന് ഞങ്ങൾ അയച്ചു ഒപ്പിട്ട് തരാം. അങ്ങനെയാണോ? എവിടെയല്ല ഒപ്പിടണം? ഈ ഒപ്പിട്ടോടെ ഇതാണോ എന്റെ ധ്യാനം? സ്തോത്രം. ദൈവമായി ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഞാനായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവത്തിന്റെ ടൈമിൽ ദൈവം ചെയ്തോളൂ. എന്നെ ഇതിനല്ല വിളിച്ചത്, എന്റെ കുഞ്ഞുങ്ങളെ ഇതിനല്ല വിളിച്ചത്. ഞാനിതിനെ കൂട്ടു നിൽക്കത്തില്ല. ഇതാ പറയേണ്ടത്. കളിക്കാൻ പറയുമ്പോൾ നിങ്ങൾ കളിക്കരുത്. ഇത് കളിക്കാൻ പറയുമ്പോൾ നമ്മൾ കടന്ന അന്ന് സ്റ്റമ്പ് കൂടെ എടുത്തോളാം. പ്രശ്നമാണ്. ദൈവത്തിന് മഹത്വം. ഞാനപ്പോ ആരോധികൾ വിധിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ബാല്യക്കാരൻ നമ്മുടെ മുമ്പാകുന്ന കളിക്കപ്പോൾ ഇവിടുന്ന് ഒരു 12 പേരും അവിടുന്ന് 80 എഴുന്നേറ്റെന്നാണ്. നിങ്ങളെ ഞാൻ എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ് ഭാഗം. പക്ഷെ അധികം പറയുന്നില്ല. കളിക്കണമെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, കളിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ കളി കാര്യമാണ്. അവിടുന്ന് 12, ഇവിടുന്ന് 12 എണ്ണമൊക്കെ എഴുന്നേറ്റ് ഓരോരുത്തരും എതിരാളിക്ക് നേരെ ചെന്ന് മുടിക്കുത്തിന് കയറി പിടിച്ചു. കളി കാര്യമായി. മുടി പിടിച്ചെന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക. മുടി പിടിച്ചാൽ വേദനയില്ല. മുടിക്ക് കയറി പിടിച്ചു. സ്നേഹത്തിലുള്ള പിടുത്തമല്ലല്ലോ, എതിരാളിയെ പിടിക്കുന്നതല്ലേ, വേദനിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞ കളി കാര്യമായി. വേദനിപ്പിച്ചു. തീർന്നില്ല. ആയുധമെടുത്ത് വിലാപ്പുറത്ത് കുത്തിക്കടത്തി. 24 പേര് താഴെ വീണു.
കളിപ്പിച്ചവര് രണ്ടുപേരും ഓഫീസിൽ ഇരിക്കുക. ആരാ? അബ്നേരും യോവാബ്. ഞാൻ ഓഫീസർ എന്റെ രീതിയിൽ അങ്ങ് പറഞ്ഞതാ. നമ്മളെ ഓടിച്ചങ്ങ് വായിച്ചു വിട്ടാൽ ചിലപ്പോൾ അത്ര ചിന്തിക്കുകയില്ല. 24 പേരാ വീണത്. എന്നാലും കളി നിർത്തണ്ടേ? കളി നിർത്തണം. അന്നേരം പറഞ്ഞ ജോജൂട്ടി ഇത് ശരിയാകില്ല, എന്റെ ഭാഗത്ത് കൊണ്ട് നിർത്തി, നിന്റെ ഭാഗത്ത് കൊണ്ട് നിർത്ത്, മതി, ഫിനിഷ്, ഇനിയില്ല. 24 പേര് പണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞാൽ 24 കുടുംബത്തിനകത്തായി ഇപ്പൊ പ്രശ്നം. 24 വീടിനകത്ത് ഇപ്പൊ പ്രശ്നമായി. 24 സഹോദരിമാര് വിധവകളായി. 24 കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ലാതായി. അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ 48 പേര്. ഇതൊക്കെ ചിന്തിക്കണ്ടേ? കളി കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞ സഭ കളിക്കാനുള്ള സ്ഥലമല്ല. ഈ കൂട്ടായ്മ കളിക്കാനുള്ള ഇടമല്ല. ഒരാഴ്ച മുഴുവൻ നിന്നെ നടത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള സ്ഥലമാണ്. ഒരാഴ്ച മുഴുവൻ ഭദ്രമായി കാത്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള സമയമാണ്. കാലിന് വീക്ഷിക്കുന്ന പ്രാണന് മരണത്തിന് കണ്ണിനെ കണ്ണിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാനും ദൈവത്തെ സ്തുതിക്കാനും അവിടുത്തെ അവൻ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. അതായത് സഭ. ഞാൻ ഒരു കാര്യം പറയാം. സഭയ്ക്കടുത്ത് കളിക്കുന്നവരും കളിപ്പിക്കുന്നവരും വന്ന് എന്റെ ഭാഷ ഒരു നടക്ക് പോവുക. കുഴ നന്നായിട്ട് കുഴയും. സ്തോത്രം. അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെയുള്ള വിഷയം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പറയാം, മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. ആരെങ്കിലും അത് പറയാം, അമ്മാമ്മ അങ്ങനല്ല, അമ്മാമ്മയും കൂടെ ചിലപ്പോ തെറ്റ് അവരുടെ ഭാഗത്തായിരിക്കും. വിധിക്കാൻ ഞാനാണല്ല, അവരും ദൈവം കൂടെ തീർത്തു. ഇങ്ങനെ പറഞ്ഞു വിട്ടേക്കണം, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ ഹിതം നടക്കണം. അങ്ങനെ പറഞ്ഞാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു കുഴപ്പവും വരികയല്ല. അതല്ല, കളിക്കാനായിട്ട് നീ കരിക്കൾ ഒരുക്കി കൊടുത്താണ്. സ്തോത്രം. 100 തെളിവുകൾ തരാം. ഞാൻ ഇപ്പം വെളിയിൽ നിന്ന് തെളിവൊന്നും കൊണ്ടുവരണ്ട, ഇവിടെ തന്നെ തെളിവുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഇപ്പം കാവാലത്തിന് തെളിവില്ല, അവിടെ ആലപ്പുഴയിലുണ്ടല്ലോ തെളിവ്. ഇപ്പൊ നിങ്ങൾ ചെറുതെ ശ്രദ്ധിച്ചോട്ടെ, ഭാഷ എനിക്കറിയാം, അത് ഭാഷ പറഞ്ഞാൽ തന്നെ ശരി. കളിച്ച 1-2 അവന്മാർ അവസാനം പോയ ചരിത്രവും എനിക്ക് എന്നോട് പറയണ്ട, ചരിത്രമൊക്കെ ഹൃദയം ചെയ്തിട്ട് ദൈവത്തിന് മഹത്വം. സഭ ദൈവത്തിൻ്റെതാണ്, അത് ദൈവമാണല്ല നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ആ ഭാഗം ഓടിച്ചങ്ങ് പോവാം. അപ്പൊ 24 പേര് വീണു. അങ്ങനെ കളി നിർത്തട്ടെ, നിർത്തിയില്ല. പിരിഞ്ഞു പോകട്ടെ, പോയില്ല. അവൻ അസാരിയില് അബ്നേരിന്റെ പുറകെ പോയി. അവൻ കാട്ടുകരയെ പോലെ ശീഘ്രമാണ് അസാരിയിൽ. അപ്പൊ അബ്നേര് പറഞ്ഞു, എടാ തിരിച്ചു പോകും, ഞാൻ നിന്നെ പിന്നെ പിന്നെ യോവാവിനെ എങ്ങനെ ഞാൻ പോകും, നീ പോകും, എന്നിട്ട് പോകുക. അസാരിയിൽ പിന്നെയും കളിക്കാൻ ചെല്ലില്ല. അബ്നേരിന്റെ പുറകെ. അബ്നേരിന്റെ അടുത്തോ വായിക്കൂ. വായിപ്പിക്കാനല്ലേ പുറകെ കൊണ്ട് മുന്നിൽ ഇരുത്തിയത്. ശീഘ്രഗാമിയായി നടന്ന വാക്യം. അസാഹേൽ ഉടനെ അബ്നേരിനെ പിന്തുടർന്നു. അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി പിന്നെ ചെല്ലുക. അടുത്തത് അബ്നേര് പുറകോട്ട് നോക്കി. നീ യോവാബിന്റെ ബ്രദർ അസാഹേൽ ദാവീദിന്റെ അനന്തരവനല്ലേടാ? അങ്ങനെ വിശദീകരിച്ച് ചോദിച്ചതിന്റെ നോട്ടത്തിലും ചോദ്യത്തിലും അർത്ഥം. ആ പറഞ്ഞാലേ ഞാൻ ദാവീദിന്റെ അനന്തരവനാ. നീ എങ്ങോട്ടേക്ക് പോ, നീ പോ, എന്റെ പുറകിൽ പോ.
നീ പോക്കോ. ആ പിന്നെ ഇപ്പം പുറകെ ചെല്ലുക, പ്രശ്നം ഉണ്ടാക്കുക. അടുത്തത്, എടാ നീ എന്നെ വിട്ടു പോകാം, ഞാൻ നിന്നെ വെട്ടി വീഴിക്കുന്നത് എന്തിന്? ഞാൻ നിന്നെ വെട്ടി വീഴിച്ചപ്പോൾ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അടുത്തത്, എന്നിട്ടും പോകുന്നില്ല. എന്തോ എന്തോ അക്രമമാണെന്ന് ഓർത്തോണം. എന്നിട്ടും പോകുന്നില്ല. അടുത്തത്, നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാ പോ, നീ ഭർത്തോട്ട് അടുത്തോട്ട് പോ, എന്നെ വിട്ടു പോ, ബാല്യക്കാരുടെ ആട്ടൊക്കെ ചെല്ലു, പോ, നിർത്തുന്ന പറഞ്ഞിട്ട് പോകുന്നില്ല. എടാ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിലാക്കണ്ടേ? യോ ഇന്നതാ വിഷയം, അപ്പൊ നമ്മളത് നമ്മുടെ ഭാഗം ക്രമീകരിച്ചോണം. ഇതാ ചെയ്യണ്ടേ. ഇവൻ എന്ത് ചെയ്ത് പുറകോട്ട് പോകുകയല്ല. അവസാനം അവന് കുന്തമെടുത്ത് ആ വായിച്ച കുന്തമെടുത്ത് അടുത്ത പദം കുന്തം മറുവശത്ത് അവിടെ തന്നെ വീണ് മരിച്ചു. എന്നാണ് ഒരു ചെറിയ കളി തുടങ്ങിയതാ. കണ്ടോ ഓരോന്നോരത് വീഴുന്നത്. 24 പാട്ടും അന്നാലും നിർത്തണ്ടേ? നിർത്തിയില്ല. അവനെന്നെ പറഞ്ഞ് അസാഹചര്യം, അവന് കുന്തമെടുത്ത് കുത്തി അപ്പുറം ചാടി, അവനും പാട്ടും. ഇനി വായിപ്പിക്കുന്നില്ല, നിങ്ങളുടെ പുസ്തകം പിന്നീട് പഠിച്ചാൽ അറിയാം. അബ്നേര് അസാഹചര്യനെ കൊന്ന വിഷയത്തിൽ യോവാബിന് ശത്രുതയുണ്ടാകും. അതുകൊണ്ട് യോവാബ് പിന്നത്തേത് അബ്നേരിനെ കൊന്നു. 3-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ അറിയാം. യോവാബ് അബ്നേരിനെ കൊന്നു. അബ്നേര് മരിച്ചപ്പോൾ ദാവീദ് കരഞ്ഞു. ഇന്ന് ഇസ്രായേലിൽ ഒരു വീരനും മഹാനുമായും പട്ടുപോയത് നിങ്ങൾ അറിയുന്നില്ലയോ? 38 വായിച്ചാൽ 3:38 പെട്ടെന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അബ്നേരിനെ ഓർത്ത് ദാവീദ് പിന്നെയും കരയുക. ഒരു ചെറിയ കളി തുടങ്ങിയതാ. ഇപ്പൊ എത്ര എണ്ണം നട്ടു പോവുക ഉണ്ടോ? പടപെടാതെ വീണ്ടും മരിക്കുക. 24 എണ്ണം ഒന്നിച്ച് പട്ടു. അസാഹേലിനെ അബ്നേര് കൊന്നു, അബ്നേരിനെ യോവാബ് കൊന്നു. അവസാനം ദാവീദ് രാജാവായപ്പം ശലോമോനെ വിളിച്ചു പറഞ്ഞു, പിന്നെ നീ ബുദ്ധിമാനാ, യോവാബിനെ നീ നടത്തിയതാണ്. യോവാബിനെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ ദാവീദ് മരിക്കുന്ന സമയത്ത് ശലോമോനെ വിളിച്ചു പറഞ്ഞു, മോനെ പിതാക്കന്മാർ പോയ വഴിയിലൂടെ ഞാൻ പോവുക, നിനക്ക് അറിയാനാത്ത 1-2 കാര്യം പറയാം. യോവാബിനെ വെറുതെ വിടരുത്. അങ്ങനെ ചെയ്യണം. വായിച്ചോ കേട്ടോ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിലാണ്. 2-1 വായിച്ചേ. ദാവീദിന്റെ മരണകാലം അടുത്ത് വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനെ വിളിച്ച് ശലോമോനോട് പറയാം, മോനെ പിതാക്കന്മാർ പോയ വഴി കൂടെ ഞാൻ പോവുക, പക്ഷെ നിനക്ക് അറിയാൻ മേലാത്ത 2-3 കാര്യങ്ങൾ പറഞ്ഞു തരാം. 1, അല്ല മൊത്തം വായിക്കണ്ട. യോവാബിന്റെ വിഷയമായി യോവാബിലാണ് 5 വായിച്ചേ. വിശേഷിച്ച് സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത്, നേരിന്റെ മകൻ അബ്നേരിനോട് അമാസിനോടല്ലേ, അമാസിനോട് ചെയ്തത്. അടുത്തത്, നീ ജ്ഞാനം പ്രയോഗിച്ച് അങ്ങനുണ്ട്. ചാകാൻ നേരത്ത് ഒപ്പിച്ചാ പോയത് അല്ലേ? ചാകാൻ നേരത്തും ഞാൻ ചാകുക, പക്ഷെ നീ യോവാബിനെ അമാസിയെയും അബ്നേരിനെയും അവൻ കൊന്നതാ. നിനക്ക് ജ്ഞാനം ഉണ്ടല്ലോ. ഇവന് ഭയങ്കര ബുദ്ധിക. അപ്പന്റെ മോനല്ലേ ആർക്ക്? അയ്യോ ഭയങ്കര ബുദ്ധിയാണ്. ബുദ്ധിയുടെ ഒരു തെളിവാണെന്ന് അറിയാതെ 2 പെണ്ണുങ്ങൾ പ്രശ്നമായി. 2 പേരും പ്രസവിച്ചു. ഒരുത്തി കൊച്ചിന്റെ പുറത്തനാണ്ട് കയറി കിടന്ന കൊച്ചന്
ചത്തുപോയി. അവള് പിന്നെ മിടുക്കിയായിരുന്നു. ഈ ചത്ത കൊച്ചിനെടുത്ത് മറ്റവിടെ പള്ളയിൽ സൈഡിൽ വെച്ചു, എവിടെ എത്തി പറയും വെച്ചു. രാവിലെ പ്രശ്നമാണ് താക്കാം എന്നൊക്കെ പാമ്പ് പറയില്ല. ശലോമനെടുത്ത് കൊണ്ടുവന്നു. എൻ്റെ കൊച്ചാന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച ശലോമൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നല്ല മൂർച്ച കൊടുത്ത് പാലിന് കൊണ്ടിടാം. പപ്പാന്ന് തന്നെ മാമിക്ക് തലയുടെ ഭാഗം വേണം, കാലിൻ്റെ ഭാഗം വേണം. അവള് പറഞ്ഞു പെട്ടെന്നല്ല പറഞ്ഞു മുറിക്കണ്ട, അവർക്ക് തന്നെ ഉടനെ വല്ലപ്പോഴും എനിക്ക് കാണാൻ കണ്ടു. നൊന്തവക്കല്ലേ അന്തം പായും. നൊന്തവക്ക് ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരെ കണ്ടിക്കാം നൊന്ത് പ്രസവത്തോട് പറഞ്ഞ് കണ്ടിക്കണ്ട, അവർക്ക് തന്നെ കൊടുത്തേരും ഇതിലേക്ക് വല്ലപ്പോഴും. അപ്പൊ ചിലവന് മനസ്സിലായി ഇവിടെ അമ്മ അത്രയ്ക്ക് ബുദ്ധിമാനാണ്. അപ്പൊ ആ ബുദ്ധി ഉള്ളത് കൊണ്ട് അപ്പൊ പറഞ്ഞത് നീ ബുദ്ധിയോടെ ചെയ്തേക്കാൻ യോബാവിനോട്. നിങ്ങൾ മകനെ പഠിക്കുമ്പം ശ്രദ്ധിക്കണം, ഒരു ചെറിയ കളിയാണ് എന്തും വേണ്ട പ്രശ്നങ്ങളുണ്ടാകും. അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയത്തിൽ വരാം. സഭയ്ക്കകത്ത് പക്ഷം പിടിക്കരുത്, ഗ്രൂപ്പ് ഉണ്ടാക്കരുത്, പ്ലാനിന് കളിക്കരുത്. എല്ലാവരും ഏകാത്മാവിൽ ഏകഭാവം കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ആരെങ്കിലും ഒരു ഗ്രൂപ്പിസമായിട്ട് വന്നാൽ അന്നേരം മുളയിലെ മുള്ളിക്കളയണം. സഹോദരി ഇതിവിടെ ചെലവാകത്തില്ല, സഹോദര ഇതിവിടെ ചെലവാകത്തില്ല. നിങ്ങൾ നേരത്തെ നിന്നിടത്തും പോയിടത്തും ആയിരുന്നിടത്തൊക്കെ ഗ്രൂപ്പ് കാണും, പക്ഷെ ഇതിവിടെ നടക്കത്തില്ല. ഇവിടെയുള്ള ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അത് പറഞ്ഞ് മുളയിലെ മുള്ളി അവനെ കളഞ്ഞ് അവൻ വന്നവനെ വിരോധിക്കുകയും ചെയ്യരുത്. അവനോട് നല്ല സമാധാനം പറഞ്ഞ് അവനെയും ചേർത്തണച്ച് ഏകാത്മാവിൽ ദൈവത്തെ ആരാധിക്കും. ഏകനാഥൻ യേശുവേ ഏകാകളെ ഏകാത്മാവിൽ ഓ ഏകനാഥൻ യേശുവേ ഏകാകളെ ഏകാത്മാവിൽ ശക്തരാകുവേ ശുദ്ധരാകുവേ ശക്തരാകുവേ സുന്ദരാകുവേ പോരായ ശത്രുവോട് പോരാടുവേ പോരായ ശത്രുവോട് പോരാടുവേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏകാത്മാവിൽ നിറഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഞാൻ ഓടിച്ചു പോകാൻ സമയത്തെ ഭയപ്പെടുന്നു. ഒന്നാമത്തെ ആയത്തിൽ പക്ഷം പിടിക്കുന്നു. പക്ഷം പിടിക്കരുത്, ഒരു പക്ഷത്ത് വായിക്കരുത്. ദൈവപക്ഷത്ത് നിന്ന് എല്ലാവരെയും സ്നേഹിച്ച് കരുതി അങ്ങ് ഒരു മനസ്സോടെ മുമ്പോട്ട് പോകണം. രണ്ടാമത്തെ ആയത്തിൽ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. ഉപദേശമൊന്നും ഇപ്പൊ താല്പര്യമില്ലല്ലോ ആൾക്കാർക്ക്, ഇല്ലേ? 2:14-15 ഒന്ന് വായിച്ചു. അതിന് ഉപദേശമൊന്നും ഇപ്പൊ കൈക്കൊള്ളുന്നില്ല. പ്രാകൃതന്മാരൊക്കെ സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ഉപദേശമൊന്നും ഇപ്പൊ സഭയ്ക്കകത്ത് ഉപദേശം പറയുന്നത് ഇഷ്ടമല്ലല്ലോ. 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് ഇളക്കം, ഫയർ. പിന്നെ മൊത്തം വിടുതൽ. ഉപദേശം പറയുന്നില്ലല്ലോ. ഞാനെപ്പോഴും പറയും, വെളിയിൽ സുവിശേഷം പറയണം, അകത്ത് ഉപദേശമാണ്. നിങ്ങൾ വേദപുസ്തകം പഠിച്ച ആദ്യത്തെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. ആദ്യത്തെ 4 പുസ്തകം യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അത് യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ്. അതാ പ്രധാന ചരിത്രം. അടുത്ത ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തി, അത് സഭയുടെ ആരംഭ സമയത്തെ ചരിത്രമാണ്. സഭയുടെ ആരംഭ സമയം എങ്ങനെ ആയിരിക്കുന്നത്, സഭ എങ്ങനെയാണ്, അതാണ് അപ്പോസ്തല പ്രവൃത്തി. 1-ാം നൂറ്റാണ്ടിലെ ചരിത്രമാണ്. പിന്നെ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഉപദേശമാണ്, ഉണർവല്ല. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഉപദേശമാണ്. 21 ലേഖനം ഉപദേശമാണ്. അപ്പൊ സഭയ്ക്കകത്ത് ഉപദേശമാണ് കൊടുക്കണ്ടേ. പക്ഷെ പെടരുത്, നമ്മളെല്ലാം സഭയ്ക്കകത്ത് ഉണർവ് യോഗമാണ്, അല്ലേ? നമ്മൾ ഇവിടെ നമുക്ക് പുള്ളിയെ വിളിക്കാം, പുള്ളി ഇളക്കും. നമ്മുടെ തോമാച്ചൻ അങ്ങനെ ഇങ്ങനെ ഇളകുന്നയാളല്ല, പക്ഷെ പുള്ളി വന്നാണ് തോമാച്ചൻ എഴുന്നേറ്റ് നിന്നാ ഇളകിയത്. തങ്കമാമയുടെ ഇടയ്ക്ക് ഇളകുന്നതാണ്. മാമ അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു നടക്ക് ഇളകുന്ന എന്താ മനസ്സിലാകുന്നില്ല.
ഇളക്കമല്ല, സഭയ്ക്കൊക്കെ ഉപദേശമാണ്. ഉപദേശം കേട്ട് ഇളകുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ശരിക്കും ഉപദേശം കേട്ടതിന് ഇളക്കം വരില്ല. ഇളക്കം വരുമോ? ഉപദേശം പറയാം, ഇവിടെ അടിക്കുമ്പോൾ ഇവിടെ കാണിക്കണം, ഇളകുമോ? പറ, നിങ്ങൾ സമാധാനം പറ. ഉപദേശമില്ല, ഇവിടെ അടിക്കും, ഇവിടെ കാണിക്കണം, ഇളകുമോ? അസമയം ഇളകുന്ന കാര്യം പറയാം. ദാവീദ് കുന്തമെടുത്തവനെ കുത്തി ഇളകുക. കാരണം ഇവൻ കുത്താനിരിക്കുക. അപ്പൊ പിന്നെ ഇതുകൂടെ കേൾക്കണം. നിങ്ങളെ ചിന്തിച്ചേ, ശരി ഉപദേശം പറഞ്ഞാൽ ഇറങ്ങില്ല. ശത്രുവിന് വിശക്ക് നിങ്ങൾക്ക് തിന്നാൻ കൊടുക്കണം. ഉപദേശം അളവോ? നിങ്ങൾ എന്തെങ്കിലും മാത്രമൊന്ന് പറ. ദൈവത്തിന് മകത. ഒരു നാടിക നടക്കാൻ നിർബന്ധിച്ചാൽ 2 നാടിക ഇതാ ഉപദേശം. അങ്ങനെ അളവും. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ഭക്തിവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അതൊന്നുമല്ല. ഇളകുകലെന്ന് മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ളവരെ ഇനിയും സഭയെ വിളിക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ എങ്ങനെയുള്ളവരെയാണ് വിളിക്കുന്നത്? ദൈവത്തിന് മടങ്ങി തുടരുന്ന ഭാഗത്തേക്കാം. ലോകസഭയിലെ ശുശ്രൂഷകൻ ശാന്തമായിട്ട് നിന്ന് ഉപദേശം പറഞ്ഞാൽ ഇഷ്ടമല്ല ചിലർക്ക്. വല്ലപ്പോഴും ഒരുത്തർ ഇങ്ങോട്ട് വന്ന് 2 പോയിന്റ് പറഞ്ഞ് എല്ലാരെയും ഇളക്കി ഇട്ട കസാരയിൽ മറക്കിട്ട് കുടിക്കാൻ വെച്ച വെള്ളവും 4 മണി കഴിച്ച് ഊരെ കളഞ്ഞ് ബൈബിളിന്റെ പുറത്ത് തുള്ളി. അതെ, ചിലര് നല്ലതുപോലെ വിഷമിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കിയ ഭാഗം വരിക. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഉപദേശ വിഷയങ്ങളാണ്. അപ്പൊ സഭയ്ക്കകത്ത് ഉപദേശമാണ് പറയുന്നത്. പുരോഹിതൻ സൈന്യങ്ങളുടെ യോഗം കൊണ്ട് ദൂതനാകിയാൽ അവന്റെ അതരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ്. ദേവ്യാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിലുമാകെ തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ പ്രമാണമില്ല. സ്തോത്രം. ഇങ്ങനത്തെ പ്രസംഗമൊന്നും ആർക്കും ഇഷ്ടമല്ല. സ്തോത്രം. അതെ, നമ്മുടെ വിഷയത്തിൽ വരാൻ വെറുതെ എന്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നത്? നിങ്ങൾ യോഗം കഴിയുമ്പോൾ പറയാം കുഴപ്പമില്ല, പക്ഷെ ഒരു അന്തരീക്ഷം ഇല്ലാതെ നിങ്ങൾ പറയും. ഇപ്പൊ തന്നെ ചെറിയ പറയാൻ ഒരുങ്ങിയിരിക്കാം. മോഹം കാണുമ്പോൾ എനിക്കറിയാം. സ്തോത്രം. ഈ പുറമെ വലിയ അന്തരീക്ഷത്തിലേക്ക് അകത്ത് രൂപാന്തരമാണ്. ആന്തരിക ശുദ്ധീകരണമോ ആന്തരിക ക്രമീകരണമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഇടയ്ക്കത്തെ ഭാഗമല്ല, അധ്യായങ്ങളൊക്കെ വിടുക. അത് ഒക്കുള്ളൂ. അത് എടുത്ത വാക്യത്തോട് ഓർമ്മപ്പെടുത്താം. 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് പിന്നെ പരീക്ഷ നേരിടുവാൻ അവിടുന്ന് സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടത് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. ശ്രദ്ധിക്കുക, ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രം അവിടെ പറഞ്ഞിരിക്കുന്നത്. 10-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രം ഷോർട്ടായിട്ട് പറഞ്ഞിരിക്കുക. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിന് സമുദ്രത്തിന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരു ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ തള്ളു. അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആകുന്നു. എന്നിട്ട് 5-ാം വാക്യം പറയുക, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ പറയുക, ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന് കൂടെ തന്നിരിക്കുക. അവൾ ഇസ്രായേലിന്റെ ചരിത്രമാണ് ഈ 10-ന്റെ 1 മുതൽ താഴോട്ട്. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുക, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. 11-ാം വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ
ഉറക്കെ പറ. നോക്കിക്കൊള്ളട്ടെ. വീഴാതിരിക്കാൻ നോക്കണം. അതെന്നാ വീണവരുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. തെള്ളിയിട്ടെന്നല്ലേ? തെള്ളിയിട്ടെന്നാ അതിനെ തെള്ളിയിട്ടെ. തെള്ളിയിടുന്നതിനോ തന്നെ പോകാത്തതുകൊണ്ട് തീപ്പൊയ്ക്കൽ തെള്ളിയിടുമെന്നല്ലേ? ഞാൻ വിധിച്ചിട്ട് പറയാൻ അങ്ങോട്ട് ചാടാൻ പറയാം, ചാടുകയല്ല. എന്നാ തെളിയുന്നു? തീപ്പൊയ്ക്ക് കടത്തി നിൽക്കുകയല്ലേ? അപ്പൊ പറയും ഇതാ നീ ചെയ്തതൊക്കെ ഇതാകൊണ്ട് അങ്ങോട്ട് ചാടുകയല്ല. എന്നാലും തെളിയിടും. തന്നെ ചാടാത്തോണ്ടാ ഇവിടെ തെള്ളിയിട്ടു. വീഴരുത് എന്ന് പറയാൻ കാര്യം അവിടെ 5 കൂട്ടം കാര്യം എടുത്തു പറഞ്ഞ് വീഴാൻ കാരണം അവിടെ 5 കൂട്ടം കാര്യമാണ്. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 പരസംഗം, 4 പിറുപിറുപ്പ്, 5 ദൈവത്തെ പരീക്ഷിക്കുന്നു. 6 വാക്യം മുതൽ വായിച്ചേ. 6 മുതൽ വായിക്കും. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹം. 1 ദുർമോഹം. അടുത്ത വാക്യം കളിപ്പാൻ എഴുന്നേറ്റു. 2 വിഗ്രഹാരാധന. അടുത്ത വാക്യം 3 പരസംഗം. അടുത്തത് ദൈവത്തെ പരീക്ഷിച്ചു. 4 പരീക്ഷ. അടുത്തത് പിറുപിറുത്തു. അപ്പൊ 5 കൂട്ടം കാര്യമാണ് പ്രധാനമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 പരസംഗം, 4 അവൻ ദൈവത്തെ പരീക്ഷിക്കുന്നു, 5 അവൻ പിറുപിറുപ്പ്. ഇതെല്ലാം വലിയ പാവമാണ്. നമ്മൾ ഈ പാവം എന്ന് ഉദ്ദേശിക്കുന്ന 7-ാം കൽപ്പന ലഭിച്ചു. അത് പാവമാണ്. പക്ഷെ അതിനാ കൂടുതൽ പ്രാധാന്യം. സകല അനീതി പാപമാണ് ആ പുസ്തകത്തിൽ വാക്യം. സ്തോത്രം. ഇവിടെ പ്രധാനമായിട്ട് വീഴാൻ കാര്യം 1 ദുർമോഹം. മോഹമല്ല, ഈ പിണങ്ങരുത്. നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ്. മോഹം എത്ര കിട്ടിയിട്ട് നമുക്ക് മതി വരുന്നില്ല. ഭൂതാനം പണ്ട് ഒരു വരി എഴുതി, അർത്ഥം എത്ര വളരെയുണ്ടാകലും തൃപ്തിയാകാം മനുഷ്യൻ ഒരു കാലം, 10 കിട്ടിയെങ്കിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിൽ വന്നാലും തികയുന്നില്ല. ചിലർക്ക് എത്ര കിട്ടിയിട്ട് തികയുന്നില്ലല്ലോ. പിന്നെ ആർത്തിയില്ലേ? പണ്ട് കാലത്ത് നമ്മൾ മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ വീടില്ലാത്ത കാലത്ത് പറഞ്ഞ കർത്താവ് ഒരു ചെറിയ മുറി ഞങ്ങൾക്ക് കർത്താവ് കൊടുത്തു. അങ്ങനെ പറഞ്ഞ കർത്താവ് ഒരു മുറി കൊണ്ട് ഒക്കുന്നില്ല, ഒരു ചായക്ക് കൂടെ. അതൊക്കെ ന്യായമാണ്. ചായ കുടിക്കാൻ പറഞ്ഞ് ഇതിനെ തന്നതിന് നന്ദി, എന്നാലും ഒരു ഹാളും കൂടെ കിട്ടുക എന്ന് പ്രാർത്ഥന ഇതെല്ലാം ന്യായമായ കാര്യമാണ്. ഹാള് കൊടുത്തു. ഹാള് കൊടുത്തു. കർത്താവിനെ പ്രാർത്ഥനയ്ക്ക് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഗസ്റ്റ് വരുമ്പോൾ അത് വിശ്രമിക്കാൻ ഇത് ബെഡ്റൂം കൂടെ. ഇതെല്ലാം ന്യായമായ കാര്യമാണ്. അതും കിട്ടി. അത് കിട്ടിയ പറഞ്ഞ കർത്താവിനെ കുഞ്ഞുങ്ങൾ പ്രായമായി വരുമ്പോൾ എന്തിനൊക്കെ ആളുകളല്ലോ ഒരു മുറി അറ്റാച്ചഡ് ന്യായമാണ്. അത് കൊടുത്തു. അന്നേരം പിന്നത്തെ ആഗ്രഹം കർത്താവ് അമ്മച്ചി പ്രായമായി എല്ലാം ഇവിടെ തന്നെ കിടന്നുകൊണ്ട് അമ്മച്ചിക്ക് സെപ്പറേറ്റ് ഒരു റൂമാണ്. പടിഞ്ഞാറ് വശത്ത് പണിയാണെങ്കിൽ അമ്മയുടെ കാര്യം നടക്കുകയും ചെയ്യും. ഇവിടെ തന്നെ വലിയ ശല്യവും. അത് ന്യായമായ കാര്യങ്ങളെ പറഞ്ഞു. അതും നിങ്ങൾ കൊടുത്തു. പിന്നെ കർത്താവെ അപ്പുറത്തെ ജോലിയൊക്കെ 2 നില പണിയുന്നു, ഞങ്ങൾ നിന്നെ സേവിക്കാൻ പറഞ്ഞു. അവിടെ നോക്കി ഞങ്ങൾ ലജ്ജിതരാകാതെ ഞങ്ങൾക്ക് ഇതിന് മേളിൽ ന്യായമാണ്. മതി വരുന്നുണ്ടോ? മതി വരിക. സാറ് പണ്ടൊരു വരി ഇങ്ങനെ എഴുതി, വിഷയഭോഗങ്ങളാലില്ലോ ഒരു തൃപ്തി. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ തൃപ്തി. നിങ്ങൾ എങ്ങനെ ശ്രമിച്ച തൃപ്തിയോടാണോ ഇരിക്കുന്നത്? കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന അത് ശരിക്കും അർത്ഥമില്ലാത്തതുകൊണ്ടാണ്. കാണുമ്പോൾ എന്തുകൊണ്ടാണ് മാമ വിഷയം? പക്ഷെ ഈ ചിരിക്കുന്നെങ്കിലും നല്ലക്ക് യാതൊരു തൃപ്തിയുള്ള ചിരിയല്ല. നമ്മൾ ഇടഞ്ഞൊന്ന് ചോദിച്ച എന്തുകൊണ്ട് എന്റെ മാസ്റ്റർ ഞാനിങ്ങനെ വന്നിരിക്കുന്നു ഒരു സമാധാനം. നിങ്ങൾ ചോദിച്ച യോഗം കഴിഞ്ഞ് ചോദിക്കും, ഞാനിങ്ങനെ വന്നു
പിന്നെ വീട്ടിൽ ഇരുന്ന ഒത്തിരി കാര്യം ചിന്തിച്ച് ചിലപ്പോൾ മട്ട് പിടിക്കാം. എന്നാൽ പിന്നെ ഓളിൽ വന്ന് ഒന്ന് വലിയ മട്ട് പിടിക്കുകയല്ലോ. തന്നെ ഇരിക്കുമ്പോഴേ ഓരോ കാര്യം തൃപ്തിയില്ലെന്നാണ്. എന്നാൽ പൗലോസ് ആന്തരിക തൃപ്തിയാ, സംതൃപ്തിയാ. പൗലോസ് ഒരിക്കൽ പറഞ്ഞിരിക്കുക, എനിക്ക് താഴ്ചയിലിരിക്കാൻ അറിയാം, സമൃദ്ധിയിലിരിക്കാൻ അറിയാം, തൃപ്തനായിട്ടിരിക്കാൻ അറിയാം, വിശന്നിരിക്കാനും അറിയാം. അതൊക്കെ അടുത്ത വാക്കുകൊണ്ട് ഞാൻ എല്ലാം ശീലിച്ചിട്ടുണ്ട്. ഇതായിരിക്കണം ദൈവമക്കൾ, എപ്പോഴും സംതൃപ്തിയോടിരിക്കണം. എങ്കിൽ ഇത്ര ശ്രേഷ്ഠന ഒരുവൻ നിൻ കൂട്ടിന അരികിലുണ്ടതിനാൽ എന്തിനാകുലം കലരുന്ന മനമേ, എന്തിനാകുലം കലരുന്ന മനമേ. യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്ന മനമേ, എന്തിനാകുലം കലരുന്ന മനമേ. നല്ല പാട്ടാ, ജികേസിന്റെ പാട്ടാ. ഞാന് ഇപ്പോഴത്തെ ഈ പാട്ട് പിടിച്ച പാട്ടൊന്നും പാടാറ്. എല്ലാ പാട്ടും മോശമാണെന്നല്ല, സിംഹമാകും. അപ്പൊ നിങ്ങൾ യോജിക്കത്തില്ലായിരിക്കും, പക്ഷെ പഴയ പാട്ട് പാടുന്നു. എന്റെ അനുഭവത്തിന് പറയാം, ഒരു നല്ല പ്രസംഗത്തിന് പറ്റിയ പാട്ടൊക്കെ ഒരു പാട്ട് മനസ്സിരുത്തി ധ്യാനിച്ച് ചിന്തിച്ച് പാടിയാൽ ഒരു നല്ല പ്രസംഗത്തെക്കാൾ ഈ എഫക്റ്റാണ്. കാരണം മറ്റൊന്നുമില്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാട്ട്. ഇപ്പോഴത്തെ പാട്ടുകൾ എല്ലാം മോശമാണെന്ന് പറയുന്നില്ലെങ്കിലും പലതും എന്നാ നിങ്ങൾക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട്. കൊച്ചുങ്ങൾ കേൾക്കുമോ നോക്കട്ടെ, മാസം പറഞ്ഞിട്ട് പോവാ. കൊച്ചുങ്ങൾ നാളെ തോന്നിയെങ്കിൽ പിന്നെ മിക്ക പാട്ടും ആണെന്ന്. ഒരു ഉദാഹരണം പറയാം, ഒത്തിരി ഉണ്ട്, ഒന്നുപോലെ ഇപ്പം എല്ലായിടത്തും പാടുന്നൊരു പാട്ടുണ്ട്. ഓ വരക്കാത്ത വരുന്നതിനെ ആദ്യം പുറത്തെ കാര്യം പറയാം. പാട്ടുണ്ട്, അതാണ് തീയ കണ്ടിറങ്ങാം. നീങ്ങിപ്പോ നീങ്ങിപ്പോ എന്റെ പിന്നെ നിങ്ങള് സത്യം പറ, നെഞ്ചത്ത് കൈവച്ച ആത്മാർത്ഥമായിട്ട് പറ, നീങ്ങിപ്പോയി. ഇനി മാറില്ല, സത്യം പറയാം, സത്യമേ പറയാം. പിന്നെ എന്നെ കണ്ടോണ്ടായി പാടുന്നത്. ആ പാട്ട് മോശമാണെന്നല്ല പറഞ്ഞേ, പാട്ടുകാരൻ അത് എഴുതി. എനിക്കറിയത്തില്ല ആരാ എഴുതിയൊരു സന്ദർഭമല്ല. ഞാന് അദ്ദേഹം ഏതോ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ആ ഭാരം മാറി, അല്ലാതെ എല്ലാ ഭാരവും ഒന്നും മാറത്തില്ല. വായിച്ചേ, കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ചു വായിക്കും. 5-ന്റെ 1 മുതൽ വായിക്കും, ഉറക്കെ വായിക്കും, ഓടിച്ചു വായിക്കും. അഴിഞ്ഞുപോയ കൈപ്പിടിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞലങ്ങിക്കൊണ്ട് ഞങ്ങൾ അജ്ഞനായിട്ടല്ല, മധ്യമായ ജീവനെ നീങ്ങിപ്പോണതിന് ഇത് ഒടുക്ക ഇച്ഛിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഇറങ്ങുന്നു. അങ്ങനെ നീങ്ങി പോകാൻ പാടുന്നു.
ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഭാരമുണ്ട്. പ്രസംഗിക്കുന്ന എനിക്കുമുണ്ട്, കേൾക്കുന്ന ബഹുമാനി കർത്തദാസനുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ആർക്കാ ഇല്ലാത്ത? കുഞ്ഞുമാക്ക് പറഞ്ഞതിന്റെ ഭാരം നീങ്ങിയില്ലെന്ന്. ഇപ്പം അടുപ്പത്തെ അരി എല്ലാം പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒന്ന് ഞെക്കിയാ പോലെ വേറെ അറിയാം. എല്ലാം വന്ന് ഞെക്കുന്ന എത്ര നേരം വേണം? 4 മണിയായാലും പോയി പെട്ടാല് എന്നോടാണ് ദൈവത്തിന് മകത. അപ്പൊ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഭാരമുണ്ട്. ഉണ്ട്. ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ ദൈവമേ, ആ പാട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഇനി അത് പാടാനും ഒക്കത്തില്ല, ഞങ്ങൾക്ക് ഭാരമുണ്ട്, ഇനി എന്നാ പാടുന്നത്? അല്ല, അത് ആൻസർ തരണമല്ലോ, എന്റെ ബാധ്യത തരണമെന്നുള്ളത്. അപ്പൊ ഉപദേശത്തിന് പ്രഷറില്ലാത്തതും എന്നാൽ പാടി ആശ്വസിക്കാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട്. അത് മറ്റൊരു പാട്ടല്ല, ഈ പാട്ടാണ്, DKസിന്റെ പാട്ടാണ്. വേണേ ഇഷ്ടമുണ്ടെ പാടിയാൽ മതി. ഇത് പാടിയാൽ ഒക്കത്തില്ല, അതിനോ ഇതുമായിട്ട് ഒക്കുന്നില്ല. കാരണം ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഭാരപ്പെട്ട് ഞാൻ അപ്പൊ പിന്നെ നീങ്ങിപ്പോയെന്റെ അതൊക്കത്തില്ല. പിന്നെ ഒക്കുന്ന പാട്ട് ഏതാന്ന് ഞാൻ പറയാൻ ഇഷ്ടമുണ്ടേ പാടിയാൽ മതി, വേറെ താല്പര്യമുണ്ട്, പക്ഷെ പ്രഷറില്ല. അതിങ്ങനെ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം, ഓ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം ഇടും സാരമില്ല പോയിടും മാവിലെന്നെ ചേർത്തിടൂ, സാരമില്ല പോയിടും മാവിലെന്നെ ചേർത്തിടൂ. ഓ എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അങ്ങേ നല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അങ്ങേ നല്ലവൻ. ഇപ്പൊ പാടിയത് പ്രഷറില്ലാത്ത പാട്ടാണ്. ആദ്യം പാടിയത് വചനം വെച്ച് നോക്കുമ്പോ ദൈവത്തിന്റെ മഹത്വം. അല്ല, അത് മിക്കതുമുണ്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒത്തിരി എന്റെ തെളിവുണ്ട്, ഇഷ്ടംപോലുണ്ട്. അതിന് നല്ലൊരു ക്ലാസ് എടുത്താൽ നല്ലതാണ്. അത് കൂട്ടത്തിന്റെ പാട്ടാണ്. നിത്യം പോറ്റുന്നവൻ ആദികളോടി ചെന്ന് കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ, ജീവനായകനെ മന്നുവേ ജീവനായകനെ മന്നുവേ ജീവനായകൻ
എന്നെ നടത്തി കൊണ്ടു വരുന്നവൻ ജീവനായകനെ മനുവേ ജീവനായകനെ മനുവേ ജീവനായകനെ മനുവേ പാടാൻ പറഞ്ഞതുകൊണ്ട് പാടിയതാണ് കേട്ടോ. പഴയ പാട്ട് ഇഷ്ടം. അച്ഛൻ പഴയ അഞ്ചരയായിരുന്നു പഴയ അഞ്ചര അപ്പൊ ശ്രദ്ധിക്കുക. ലവ്ജി പിന്നെ പറയാം. ഞാൻ പറഞ്ഞതാകാം ലവ്ജി പിന്നെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ അതിന് ആ സമയം അല്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. പഴയ പാട്ടുകൾ പുതിയതെല്ലാം മോശമാണെന്നല്ല, പുതിയ നല്ല പാട്ടുകളുണ്ട്. എങ്കിലും പഴയ പാട്ട് പാടുമ്പോൾ ഒരു ചൈതന്യവും ഉന്മേഷം എന്റെ അനുഭവത്തിനായി പറയുന്നത് കേട്ടോ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. അവ ദുർമോഹം, ആവശ്യമില്ലാത്ത മോഹങ്ങൾ ദൈവങ്ങൾ പാടില്ല. മോഹങ്ങൾ ധനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആണ് ക്രിസ്തുവിന്റെ വചനത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ വിചാരങ്ങളും ഉയർച്ചകളെ പിടിച്ചടക്കണം. അത് പിടിച്ചെടുക്കുന്നത് സ്വയശക്തി കൊണ്ടോ ന്യായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമുദായിക ബലം കൊണ്ടല്ല, ആത്മബലം കൊണ്ടാണ്. ഈ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ആത്മബലം പ്രാപിക്കാനാണ്. അല്ലാതെ വണ്ടി മേടിക്കാനും വസ്തു മേടിക്കാനും വീട് വെക്കാനും പെണ്ണിനെ കെട്ടിക്കാനും പരീക്ഷ പോകാനും ബിസിനസ് നന്നാക്കാനല്ല ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികളും വികാരങ്ങളും പൊന്തി വരുമ്പോൾ അതിനെ പിടിച്ചെടുക്കണം. അത് സ്വയശക്തി കൊണ്ട് ഒക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ മോഹങ്ങളെ പിടിച്ചെടുക്കണം. മോഹം ഗർഭം ധരിക്കാമല്ലോ, പാപത്തെ പ്രസവിക്കുന്ന പാപം എടുത്തിട്ടാണല്ലോ. അപ്പൊ അത് ഇതിന്റെ മൂലകാരണം ചേടിച്ച് അനിയത്തില്ല. ഈ ചേടിച്ച് അനിയത്തും കൂടെ മുഴുവൻ പ്രശ്നം ആരും ദുർമോഹം, ആവശ്യമില്ലാത്ത മോഹം പാടില്ല. അല്ല, മോഹം കൺമോഹം ഉണ്ടായതുകൊണ്ടാണല്ലോ കുഴപ്പടി ഉണ്ടായത്. ഇല്ലേ? കോടതി പാമ്പ് വന്നു. പാമ്പ് എവിടുത്തെയാണ്? ആര് പറഞ്ഞു? ആഴ്ച 3 യഹോവ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാഴ്ചകൾക്കാണ് നമുക്ക് ഔഷധം വരുന്നത്. യഹോവയായ ദൈവം എല്ലാ കാട്ടുജന്തുക്കളെ കാണുമ്പോൾ ഹവ്വായോ അമ്മാമ തോട്ടത്തിലെ രണ്ടുപേരെ നിങ്ങൾ നോട്ടത്തിലാക്കി. അപ്പൊ അമ്മാമ തോട്ടത്തിലെ പാമ്പ് കാട്ടിലെ പാമ്പുമായിട്ട് തോട്ടത്തിലെ അമ്മാമയ്ക്ക് എന്നാ ബന്ധം? കാട്ടിലെ പാമ്പിന്റെ നമ്പർ, ഫോൺ നമ്പർ തോട്ടത്തിലെ അമ്മാമ എടുക്കാമോ? ഇടയ്ക്ക് മിസ് കോൾ വിടാമോ? രാത്രി അവൻ ഇങ്ങോട്ട് വാട്സപ്പിനകത്ത് പാമ്പിന്റെ ഒരു ഫോട്ടോ ഇടുമ്പോ അമ്മാമ തിരിച്ചങ്ങോട്ട്
എന്നും യഹോവയെ വാഴ്ത്തുക ഇടാമോ? മനസ്സിലാകുന്നില്ല. ആദ്യം നീ എവിടുത്തെയാണെന്ന് മനസ്സിലാക്കണം. നീ ആരാ? ഞാൻ എവിടെ നിൽക്കുന്നത്? എന്നെ എവിടെ ആക്കിയേക്കുന്നത്? എന്തിനാ എന്നെ ആക്കിയേക്കുന്നത്? ആരാ എന്നെ ഇവിടെ ആക്കിയേക്കുന്നത്? എന്റെ കർത്തവ്യം എന്താ? ഇതൊക്കെ ചിന്തിക്കട്ടെ. ഞായറാഴ്ച ഇതിനകത്ത് കയറുമ്പോൾ ചിന്തിച്ചാ പോരാ. സ്തോത്രം. അതെ, 33 പ്രസംഗിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, വിഷയമല്ല, അതുകൊണ്ട് പോകുന്നില്ല. പാമ്പ് കാണില്ല. പാമ്പ് ആരാ? ഒറ്റവാക്കി തെളിയിച്ചേക്കാം പാമ്പ് ആരാണ്. വെളിപ്പാട് പുസ്തകം 20:2. വെളിപ്പാട് ഈ പാമ്പ് ഏതാണ്? വെളിപ്പാട് 20:2. പെട്ടെന്ന് വായിക്കരുത്. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ പിശാചും സാത്താനും എന്ന വ്യക്തിയാണ് പാമ്പ്. പഴയ പാമ്പ്. പഴയ പാമ്പ് മൂന്നിൽ വന്നത്. ആ മൂന്നിൽ വന്ന പാമ്പിനെ പറ്റിയാ 20:2 പറയുന്ന പഴയ പാമ്പ്. പഴയ പാമ്പ് പിശാച്. സ്തോത്രം. അപ്പൊ ഈ അമ്മയുടെ പറഞ്ഞത് പിശാചാണ് പാമ്പിന്റെ രൂപത്തിൽ വന്നത്. കാണിച്ചു കൊടുത്ത് ഈ പിശാചിന്റെ ഒരാളെന്ന് പറയാം, സംശയം ജനിപ്പിക്കും. സംശയം. അതിന്റെ ഒരു ഉദാഹരണം അവമതിക്കാം. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സംശയം. തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അമ്മാന്ന് ചോദിച്ചാൽ അമ്മ പടാ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, പറഞ്ഞു വിട്ടേനെ. ഇവരിടയ്ക്ക് കൊടുത്തിട്ടാ ചോദിച്ചത് വാസ്തവമായി. അങ്ങനല്ലേ? അങ്ങനെ പണ്ട് നമുക്ക് വായിച്ചു, നന്നായിട്ട് വായിക്കാം. പാമ്പ് ദൈവം ഉണ്ടാക്കിയ എല്ലാ കാറ്റിനേക്കാളും പാമ്പ് കൗശലം വരികയായിരുന്നു. സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വിഷയത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി അതിലാണ് അമ്മാമ വീണത്. അപ്പൊ സംശയമുണ്ടായി. രണ്ടായി ഒരു സൂത്രം. അമ്മാമൻ ഇത് പെട്ടെന്ന് പറഞ്ഞു തന്നെ ദൈവത്തെ പോലെ ദൈവത്തെ പോലെ ആകുന്നു. ഈ കൂടുതലും ദൈവം കളിക്കാൻ ആഗ്രഹം പെണ്ണുങ്ങളാണ്. സ്തോത്രം. ദൈവം കളിക്കും. നിങ്ങൾ ദൈവത്തെ പോലെ. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ആഗ്രഹമാണ്. ഇതിവന്റെ സൂത്രമാണ്. ഇവനും ദൈവത്തെ പോലെ ആകാനെങ്കിലും അവിടെ അത്യുന്നതനോട് ഞാൻ സമന. ആ തന്ത്രമാണ് ഇങ്ങോട്ട് ഇട്ടുകൊടുത്തത്. അതാണ് ഇട്ടുകൊടുത്തത്. അത് വിഷയം അതല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ നിന്നാൽ ചിലപ്പോൾ അത് തന്നെ പറയണം. പാമ്പിന്റെ കാര്യം ഞാൻ തുടങ്ങി. ദൈവത്തിന് നടത്തും. അവസാനം നമ്മളെ രണ്ടുപേര് വന്ന് മെനക്കാരാണെന്ന് പറയും. ഞങ്ങളുടെ തവണയിൽ അച്ചാനും വന്നുകൊണ്ട് എന്നാണ് രണ്ടുകൂടെ അവിടെ നോക്കി രണ്ടിനും ബന്ധനമാണെന്ന് പറയും. രണ്ടിനും ബന്ധനമാണ്. കാരണം അടിക്കാൻ ആൾക്കാരുമാണ്. യേശുവിന്റെ നാമത്തിൽ സകല ബന്ധന. വെറുതെ എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നുണ്ടാകും. ചക്രത്തിൽ ഭാവി തന്നെ എന്നാണ്.
ചക്രി, സരീസൃപം, ചക്രി, ഉരകേന്ദ്രൻ, ഭുജങ്കേന്ദ്രൻ, അതിനെല്ലാം അർത്ഥങ്ങളാണ്, ഭയങ്കര അർത്ഥമാണ്. സരീസൃപം അവിടെ ആ ഭാഗത്തേക്ക് പോകുന്നത് വെറുതെ എന്തിനാ? ദൈവത്തിന് പങ്കു. അപ്പൊ ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോൾ സ്ത്രീ ചോദിച്ചു, നീ ഇങ്ങനെ കാര്യമായിട്ട് തിന്നമ്മാമേ എന്ന് പറഞ്ഞു, നീ ഇത് നിന്നിട്ടുണ്ടോ? പാമ്പനോട് ഈ അമ്മ ചോദിച്ചു, നീ ഞാൻ തിന്നു പറഞ്ഞു, നീ കുറെ ദിവസമായിട്ട് ഇവിടെ നീ ഇത് നിന്നിട്ടുണ്ടോ? പാമ്പിനോട് അല്ല. അപ്പൊ പാമ്പ് പറഞ്ഞു, എന്ത് അമ്മാമേ, ഞങ്ങളിത് തിന്നേ പിന്നെ നല്ലതുപോലെ സംസാരിക്കുന്നേ. നേരത്തെ ഞങ്ങൾക്ക് ഉരിയാട്ടം ഒന്നുമില്ലായിരുന്നു, ഉരിയാട്ടം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് തിന്നേ പിന്നെ നന്നായിട്ട് തിന്നേ പിന്നെ ആയിരിക്കും കൂടുതൽ നിങ്ങളല്ലേ സംസാരിക്കുന്നത്. ഒരു വീട്ടിൽ ഇത് തിന്നതിന് ശേഷമാണ് കേട്ടോ. ഒരു വീട്ടിൽ ചെന്നാലും ഭാര്യ ഭർത്താവിടെ സംസാരിക്കുമ്പോൾ മാത്രമല്ല ഇന്നായിരിക്കും ഞാൻ പറയാം, പക്ഷെ അവൾ പറയാം കൂടുതൽ ഉദാഹരണമാണ്. ഇപ്പൊ രാവിലെ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന ആളിനെ ഭർത്താവ് പറഞ്ഞ് ഉണ്ടായിട്ടില്ല, അത്ര പറഞ്ഞിട്ട് പുള്ളി അത് നിർത്തി പേപ്പർ വായിക്കുക. വീട് നിർത്തില്ല, അവിടെ ഉണ്ടായിരിക്കുന്നതിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങൾ അമ്മയോട് അമ്മയുടെ ഞാൻ വന്ന കാലത്ത് പറഞ്ഞു, കൊച്ചുമോടെ പറഞ്ഞു, നിങ്ങളുടെ പപ്പ പറഞ്ഞു കേട്ടോടെ ഒന്നുമില്ല. പുള്ളി ഇത് പറഞ്ഞിട്ട് പേപ്പർ 4 പേര് വായിച്ചു, എന്നാലും തട നിർത്തുക. എനിക്ക് തോന്നി കാട് ഉന്നയില്ല, കൂടുതലും അങ്ങനെ. അത് ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, വിഷയമോഹങ്ങളാലിനോട് തൃപ്തി. ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരം, ചങ്ങലത്തളപ്പിങ്ങൾക്ക് മേഘത്രപത്തൻ ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കി അളക്കൻ പോലാശകൾ ഓടുപോട് നടക്കുന്നില്ല എന്നീ. അതിനാൽ ആയുസുള്ള നക്ഷത്രയും പാപകൃതിയും വിഷയമോഹങ്ങളാലിനോട് തൃപ്തി. പിന്നെ അവസുഷവും പാത്രവും ഉടനും. അപ്പം എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കര, ചങ്ങല ഭയങ്കരമാ, അതിന് ഭയങ്കരമാ ആശച്ചങ്ങല. ചങ്ങല തളപ്പിന്റെ നിൽക്ക് മേഘത്രപത്തൻ എത്ര ഇടഞ്ഞ കൊമ്പനെ ചങ്ങല കിട്ടാൻ നിൽക്കും. പക്ഷെ ആശച്ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ അവർക്കനെ പോലെ ഭയപ്പെട്ട് നടക്കും പോലെ നടക്കും, സ്വസ്ഥത കിട്ടുകയല്ല. ആവശ്യമില്ലാത്ത മോഹങ്ങൾ അകത്ത് കയറിയാൽ നിന്റെ സ്വസ്ഥത കെടുമെന്നാണ്. ഇങ്ങനെയുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ വരുമ്പോൾ പിടിക്കിടക്കണം. ദൈവങ്ങൾ മനുഷ്യനെല്ലാം ഒരാൾ നല്ല വീട് പണിക്കട്ടെ, ഉടനെ നമുക്ക് മോഹമാണ്. അതുപോലെ ഉടനെ എല്ലാവരും അല്ല, ചെല്ലും ഭർത്താവിന് സ്വസ്ഥത കൊടുക്കില്ല. ചോദിക്കുന്ന നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് എന്നാ പിന്നെ പുള്ളി ആണെന്ന് തെളിയിക്കാൻ ഇറങ്ങുക. തെളിയിക്കണ്ടേ ആണ്. വായിക്കുന്ന ലോൺ എടുക്കും, ഉള്ള വാങ്ങിയെല്ലാം പോയി ലോൺ എടുക്കും, കടം മേടിക്കാൻ പാടില്ല, തെളിയിക്കണ്ടേ ആണെന്ന്. അവസാനം വീട് പണിതു, കേറി താമസമൊക്കെ കഴിഞ്ഞു. അവസാനം കടക്കാർ വന്നു, മുഴുവൻ പ്രശ്നമാണ്. അവസാനം ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, കിട്ടിയ വിലയ്ക്ക് വിറ്റു. പിന്നെ പഴയ പണി മാത്രമല്ല, കളവ്, മോഹമാകുന്ന ഒരാൾ സഭയിൽ വന്ന് ഒരാളിന് പുതിയ ചുരിദാർ, ഉദാഹരണമാണ്, ഒരു സഹോദരി പുതിയ ചുരിദാർ ഇട്ടോണ്ട് വന്നു. കാണുമല്ലോ അടുത്ത് വന്നിരിക്കുമ്പോൾ, സഭയിരിക്കുമ്പോൾ. പക്ഷെ നമ്മുടെ ആത്മം കൂടെ അറിഞ്ഞേ ഇളകാവും. അതുകൊണ്ട് ഞാന് നിങ്ങളെ യോജിക്കുമെന്ന് അറിയത്തില്ല, എല്ലാവരും ഒന്നും പ്രതികോസുകാരെല്ലാവരും യോജിക്കല്ല. അതുകൊണ്ട് ഞാന് കുറച്ച് കർക്കശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ച് വരാം. കുറഞ്ഞ പക്ഷം ഞായറാഴ്ചയെങ്കിലും എല്ലാം ഒരുപോലെ ഇരിക്കണം. ഇത് ചില സഭയിലെ കാശുള്ള വീട്ടിലെ അമ്മാമ്മ അവരുടെ സാഹചര്യമാണ്, വില കൂടിയ സാരി. കാശ് കുറഞ്ഞ വീട്ടിലെ അമ്മാമ്മ മനുഷ്യരല്ലേ, നോക്കിപ്പോകും. പിന്നെ നോക്കിപ്പോകും, ചിന്തകളും അകത്ത് കയറും. കുറഞ്ഞ പക്ഷെ ഒരു 3 മണിക്കൂറെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കട്ടെ. അതുകൊണ്ട് കർക്കശ ഉപദേശമല്ല, അങ്ങനെ സിസ്റ്റം വെച്ചിരിക്കുക. എല്ലാവരും ഞായറാഴ്ച വെള്ളവസ്ത്രം. കാരണം കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ എഴുന്നേറ്റ് മാറ്റം പറയണം, കാശുള്ള വീട്ടിലെ കൊച്ചു വില കൂടിയ വസ്ത്രമായിരുന്നത്. കാശ് കിടത്തരക്കാർ അതിന്റെ പരിപാടി ഒട്ടും നിർമ്മാണമില്ല. അപ്പം മാതാപിതാക്കൾക്ക് മനപ്രയാസമൊക്കെ വരും, കുഞ്ഞുങ്ങൾക്കും മനപ്രയാസം വന്നിട്ടുണ്ട്, വരികയും ചെയ്യും. അതേസമയം എല്ലാവരും ഒരുപോലെ നിൽക്കട്ടെ. ഞാൻ
ഇതൊക്കെ പ്രസംഗിക്കുന്ന നല്ല പ്രാഗൽഭ്യത്തോടെ. ഞാനതിനെ ഒരു കാര്യമുണ്ടെങ്കിൽ സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ ഡ്രസ് എടുത്ത് കൊടുത്തു. എല്ലാവരെ കൊണ്ട് നോക്കത്തില്ല, എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ പോകും. പറഞ്ഞ പക്ഷെ ഞായറാഴ്ച നിൽക്കുമ്പോഴെങ്കിലും ഒരുപോലെ നിൽക്കട്ടെ. കൊച്ചുങ്ങൾക്ക് മാത്രമല്ല, സഭയിലുള്ള എല്ലാവർക്കും. ഡ്രസ്സില്ലെന്നും പറഞ്ഞിടാൻ അറിയില്ല. ഇപ്പോഴും എടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി പുതുനാട്ടൊക്കെ ആൾക്കാർ വരുന്നത് കൊടുക്കും. അതിഥികളും ആദ്യമായിട്ട് വരുന്നവരുടെ കാര്യമല്ല. ഞാനെപ്പോഴും പറയും, ഈ സഭയിൽ തുടർമാനമായി വന്ന് തിരുമേശ എടുക്കുന്ന എല്ലാവരും മസ്റ്റായിട്ട് ധരിച്ചിട്ടുണ്ട്. അത് ഉപദേശമൊന്നുമല്ല, അടിസ്ഥാന ഉപദേശത്തിൽപ്പെട്ടതൊന്നുമല്ല. അതുകൊണ്ടല്ല എഴുതിയിരിക്കുന്നത് നോക്കുമ്പോഴെല്ലാം ഒരുമാതിരി വെള്ളയാ. എനിക്ക് താല്പര്യമൊന്നും പരസ്യമായിട്ട് കളറും ചില വില കൂടിയത് കാണുമ്പോൾ അറിയാമല്ലോ, നോക്കുമ്പോൾ അറിയാമല്ലോ. ഒക്കെ വരുമ്പോ ആഗ്രഹവും എന്തുവാ രണ്ടുപേരുടെ കൈ തിരുമ്പ് നോക്കുന്ന വില കൂടിയതാണോ കുറഞ്ഞതാണോ രണ്ടുപേരുടെ തിരുമൊഴി അതൊക്കെ ഞാൻ കണ്ടു. വില ചോദിച്ചതായിരിക്കും എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം. അല്ല, പുസ്തകത്തിൽ വാക്യം ഇങ്ങനെ, ഏറെ പറിക്കവൻ ഏറെയും കുറയെ പറിക്കവന് കുറയും കണ്ടില്ലെന്നാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. കുറഞ്ഞ പക്ഷം ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മോഹങ്ങളെ പിടിച്ചടക്കണം. അത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ട്. പിന്നെ ഞാൻ അവിടെ ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രത്യേക കസേരയൊന്നും ആർക്കില്ല. നേരത്തെ വരുന്നവർ കയറി. ഇത് കൊച്ചമ്മയുടെ കസാര, അമ്മാമ്മയുടെ കസാര, അച്ചായിന്റെ കസാര, ബേച്ചായിന്റെ കസാര, അതൊക്കെ വീട്ടിലൊരു കസാര ആചാര്യെ കൊണ്ട് പണിതിട്ടേച്ച് രാവിലെ മുതൽ കയറി ആടിക്കോണം. സഭ ദൈവത്തിൻ്റെതാണ്. സഭയിൽ അങ്ങനെ ഒക്കത്തില്ല. പിന്നെ നടത്തിപ്പുകാരവിടെ ഇരിക്കും. അവർ നടത്തിപ്പുകാരല്ലേ, ശുശ്രൂഷകൾ ചെയ്യണ്ടേ, അത് വേറൊരു വിഷയം. നേരത്തെ വരുന്നവർ നിന്നോണം. അല്ലാതെ ഒരുത്ത നേരത്തെ വന്നിരുന്ന അവനെ എഴുന്നേൽപ്പിച്ചേക്ക് നീ അവിടെ കയറി അത് നടക്കേ. ഒരുത്തനെ എഴുന്നേൽപ്പിച്ചേക്കും അവന്റെ വീട്ടിൽ സ്തോത്രം മുന്നിലേക്കാണ് നേരത്തെ വന്നു. താമസം വന്നിട്ട് എനിക്ക് മുന്നിൽ ഇരിക്കണം. എന്റെ കസേര ആരാണ് ഈ കസേരയിൽ കയറി, ആരാണ് ഈ കസേരയിൽ കയറി, അതാണ് സമയല്ലേ. ഉണർവും പോയി. ഉണർവാനുള്ള നേരം ദേവാ ആത്മ തേജസ്സിനാലെ മേവാ ഈ യുഗവേളയിൽ വാനിൽ നിന്നും ഞങ്ങളിൽ ഉണർവാനുള്ള നേരം. അത് ഓടിച്ചു നിർത്ത. ഒന്ന് ദുർമോഹം, രണ്ട് വിഗ്രഹസേവ, ദൈവത്തെ വിഷയങ്ങളാണ്. മൂന്ന് പരസംഗം, നാല് പരീക്ഷ, ദൈവത്തെ പരീക്ഷിക്കുന്നു. അഞ്ച് പുതുപുറപ്പ്. ഈ കാരണത്താൽ വരെ മരുഭൂമിയിൽ തെളിയിട്ടു. തെള്ളിയിടാൻ ഞാൻ വേണ്ട പുസ്തകം, ആ തെള്ളിയിടാനുള്ള കാരണങ്ങൾ ന്യായമായിട്ട് നോക്കുന്ന ധാരാളം കാര്യമുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞാൽ ഇന്നും നാളെയും പറഞ്ഞാൽ തീരുകയല്ല, നിങ്ങൾ പോയി പറ്റും ഉണ്ടാവുകയല്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ധാരാളം ഒരു കാര്യം മാത്രമല്ല, ഒത്തിരി കാര്യമുള്ളതിൽ ഒരു കാര്യം, തെള്ളിയിടാനുള്ള ഒരു കാര്യം, ഇവര് മനോഹര ദേശത്തെ നിരസിച്ചു. നിങ്ങൾ ആ 106 സങ്കീർത്തനത്തിന്റെ 24 വാക്യം വായിച്ച്. സങ്കീർത്തനം 106:24. അവർ മനോഹര ദേശത്തെ തെളിയിടാനുള്ള ഒരു കാരണമാണ്. ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു. മനോഹരം എന്ന് പറഞ്ഞത് കനാൻ നാടാണ്. പാല് തേനും ഒഴുകുന്ന
ദേശം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്കോ, ആ 13-ാം സങ്കീർത്തനത്തിലെ 6-ാമത്തെ വാക്കോ, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടുള്ള വാക്കോ, ആവർത്തന പുസ്തകം 10-ന്റെ 11 താഴോട്ടുള്ള വാക്യവും അവൻ സ്തോത്രം ഇതെല്ലാം പഠിക്കുമ്പോൾ ഈ ദേശത്തിന്റെ വിശേഷത എഴുതിയിട്ടുണ്ട്. മനോഹര ദേശമാണ്. ആവർത്തന പുസ്തകം 8-ന്റെ 7 മുതൽ വായിച്ച എല്ലാ വാക്കുകളും എടുക്കാൻ നേരമില്ല. ആവർത്തനം 8-ന്റെ 7 മുതൽ നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. താഴ്വരയ്ക്കുന്ന മലയ്ക്കുന്ന പുറപ്പെടുന്ന നീരടുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരി അത്തി മാതളമുള്ള ദേശം, ഒഴിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായി ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഇതാണ് ഈ ദേശത്തിന്റെ വിശേഷത. വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഗോതമ്പ് യവം മുന്തിരി അത്തി മാതള ഒഴിവും തേനും എല്ലാം ഒന്നുകൊണ്ടൊക്കെ മെച്ചമാണ്. നല്ല സ്ഥലമാണ്. ഗോതമ്പ് നല്ല ഗോതമ്പാണ്. യവം മുന്തിരി അത്തി മാതള ഒലിവ് ഏതാ മോശം? ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടെന്ന്. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഏതാ മോശം? നല്ല ദേശമാണ്. നല്ല ദേശത്തേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവര് നല്ലൊരു ദേശത്തേക്ക് ദൈവം കൊണ്ടുപോകുക. പക്ഷെ ഇവര് ആ ദേശത്തോട് നിങ്ങൾക്ക് താല്പര്യമില്ല. 106-ാം സങ്കീർത്തനം 24 പറയുക, അവർ മനോഹര ദേശത്തെ നിരസിച്ചെന്ന്. താല്പര്യം നിരസിച്ചൊക്കെ ഇവര് പറഞ്ഞു, അച്ചാരം ഞങ്ങളെ കൃപയുണ്ടെങ്കിൽ ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്. കൃപയുണ്ടെങ്കിൽ ഞങ്ങളെ അക്കരയ്ക്ക്. രൂപേന്യനും ഗാന്ധിയനും മനുഷ്യരുടെ ബാധ്യ ഗോത്രമായി 32 സങ്കീർത്തനമല്ല, സംഖ്യാപുസ്തകം. സംഖ്യ 32 വായിച്ചേ. സംഖ്യ 32 പെട്ടെന്ന് സമയം പോകുന്നു, നിർത്താൻ പോകും. സംഖ്യ എന്നാൽ രൂപേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകളുണ്ട്. അവർ യസേർ ദേശവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന കണ്ടിട്ട് ആരാധനയ്ക്ക് കൊള്ളാവുന്ന സ്ഥലമെന്നാണ്. ആടുമാടുകൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എന്നാ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്? ആരാധനയ്ക്കാണ് കൊണ്ട് പോകുന്നത്. ഇപ്പൊ ആരാധനയാണ് വിഷയം. ഇപ്പൊ ആടിനെ തീറ്റണം, മാടിനെ തീറ്റണം. പക്ഷെ അന്ന് ഇറങ്ങിയപ്പോ ഒറ്റ ആടിനെ വളർന്ന് ആരാധിക്കണം. അവിടുന്ന് പോണപ്പോളെ ഒറ്റ ലക്ഷ്യമേ ഉള്ളു, കനാന് ചെല്ലണം, ആരാധിക്കണം. ഇപ്പൊ കനാനും വിഷയമല്ല, ആരാധന. ഇവിടുത്തെ വിഷയം എന്താ പറയുമോ? മോടെ കല്യാണം നടക്കണം, രാഷ്ട്രീയം മോന്റെ കല്യാണമൊന്നും ആയില്ല, ഭൂമിയുടെ കാര്യം, വീട്, പിന്നെ ശരീരത്തിന് അതിൻ്റെതായ ക്ഷീണങ്ങളുണ്ട്, വിടുതൽ. കാലിനൊക്കെ നല്ല വേദനയാണ്. വയസ്സും തോന്നുന്നത് 89 കാലിന് 39 ഉള്ളവന് നടക്കാൻ വിഷയം. പക്ഷേ പ്രാർത്ഥിക്കണം, ഓർമ്മയില്ല. എന്തുകൊണ്ട് പറയാൻ ഓർത്തിരിക്കുന്നത്? മാസ്റ്റാണെങ്കിലും ഓർമ്മയുണ്ടല്ലോ. അതിന്റെ വലിയ മഹാഭാഗ്യം. സ്തോത്രം. ഇപ്പോഴത്തെ വിഷയം ആരാധനയൊന്നും അല്ലത്. ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശം. ഈ ദേശം എല്ലാം കൂടെ തെരഞ്ഞെടുത്ത് പറഞ്ഞാൽ കൃപയുണ്ടെന്ന് ഞങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നതാണ്. മനോഹര ദേശത്തെ നിരസിക്കുക, അക്കരയ്ക്ക് വരുന്നില്ല. അതായത് മോശം പറഞ്ഞു അക്കരയ്ക്ക് പോകുവാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. ഇറങ്ങിയത് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഇറങ്ങിയ. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾ സാഹചര്യം കൂടെ ഒക്കെ നോക്കണം. അങ്ങനെ ഇട്ടിറങ്ങി അക്കരയ്ക്ക് വരാൻ ഇപ്പം ആടായി മാടായി പിള്ളേരായി വെള്ളിയായി കൊച്ചുമക്കളായി സ്തോത്രം. പണ്ട് ചിന്തിച്ചത് കർത്താവെ എങ്ങനെയും നീ ആരാധിക്കണം, ദൈവം കല്യാണം വേണ്ടെന്നാണ് ചിന്തിച്ചത്. പിന്നെ നിർബന്ധിച്ചും വഴങ്ങി ഹിതപ്പെട്ടു കല്യാണം പറഞ്ഞു. കുറച്ച് ദിവസമൊക്കെ കല്യാണം കഴിഞ്ഞതിന്റെ അമ്മായിമ്മയുടെ വാക്കനുസരിച്ച് ടൂർ പോയി അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ദൈവത്തെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഗർഭവതിയായി കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നത്തെ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തി ഒരു കൊച്ചു വരെ 4ാം ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് കർത്താവിന്റെ പേരില്ല. 4ആയി 5ആയി പിന്നെ കൊച്ചു അങ്ങനെ ഇട്ടു വരാൻ അവള് അങ്ങനെ ഉണ്ട്.
അവള് പഠിക്കുമ്പോൾ ഞാനും കൂടെ വലിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. അവള് തന്നെ ഇരുന്ന് ഉറക്കം വെച്ച് പഠിക്കുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞ് അവളും കിടന്നു. അതുകൊണ്ട് ഞാനും അവളെ കൂടെ. പിന്നെ അവള് പഠിച്ചു കഴിയുമ്പോൾ അവൾക്ക് എക്സാം ജയിച്ചു. അവളെ നേഴ്സിങ്ങിന് പിന്നെ അതിൻ്റെ കാര്യം ഞാൻ നേഴ്സിങ്ങിന് പറഞ്ഞു. പിന്നെ അവള് മാസം എല്ലാ മാസവും പറഞ്ഞു നമുക്ക് അച്ചാറിട്ട് കൊടുക്കണം, ചെന്നൈ അച്ചാറിട്ട് കൊടുക്കണം, പിന്നെ ചമ്മന്തി പോയി നടക്കുന്ന കാര്യം പറയണം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് കല്യാണം കഴിഞ്ഞ് പറഞ്ഞു. മാസം ഞാൻ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, അവളെ കല്യാണം കഴിഞ്ഞില്ലേ, പല കാര്യം പോകുന്നുണ്ട്. അന്നേരം അവൾക്ക് കൊച്ചു അവള് പോയിട്ട് കൊച്ചിനെ എന്റെ തന്നേച്ചാ മാത്രമേ ചുരുക്കി പറഞ്ഞാൽ നിന്നെ നാവിടുന്ന് നഗരുകയല്ല. അവസാനം കൊച്ചുമക്കളുടെ കല്യാണം ആയപ്പോൾ തള്ളക്ക് അനങ്ങാൻ വേണ്ട. ഇപ്പം മിമ്മിട്ട് നെല്ലെ പിടിച്ച് വലിക്കും. എനിക്ക് വേല ചെയ്യണമാണ്. എന്താ വേല? ആകെയുള്ള കാലത്തും ആരോഗ്യമുള്ള കാലത്തിലും വേല ചെയ്തിട്ടുള്ള ജലക്കമ്പിയെ പിടിച്ചവരാ വേല ചെയ്യണം. ഇങ്ങനെ വേല ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനോഹര ദേശത്തെ നിരസിച്ചു ദൈവത്തിന് മഹത്വം. അതാ തെള്ളിയിടാനുള്ള കാര്യം. ഒരു കാര്യം പറയാം, നിന്റെ ദൈവം വിളിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവിക ശുശ്രൂഷ ചെയ്യാനാണ്. അതുകൊണ്ട് ഇവർ നിരസിച്ചത് കൊണ്ട് തെള്ളിയിട്ടു. എന്നാൽ 13-ാമത്തെ വാക്യം പറഞ്ഞ് നിർത്ത, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇന്ന് പകൽവേളയിൽ വിവിധ പരീക്ഷകളിൽ കൂടി പോകുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, കുടുംബത്തിന്റെ വിഷയമാകാം, ശുശ്രൂഷകളുടെ വിഷയമാകാം, സാമ്പത്തിക വിഷയമാകാം, ബിസിനസ് മണ്ഡലം ഏതാകട്ടെ, വിവിധ വിഷയങ്ങളിൽ പരീക്ഷകളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ ഈ പകലിനെ കേൾക്കുന്നുണ്ട്. നിന്നോട് വചനത്തെ കൂടെ നൂറ് പറയാ, പരീക്ഷയോടുകൂടെ ദൈവം പോക്കുവഴി ഉണ്ടാകും. നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം നീക്കുപോക്ക് ഉണ്ടാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം പോക്ക് വഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. പരീക്ഷയോട് കൂടെ ആ ലോകയിലെ 1:20 എത്രയാ 24 23 ഇതും കറക്റ്റാ. സൂക്ഷം ആ താഴത്തെ സൂചി 6 വരുമെന്നാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. പരീക്ഷയോട് കൂടെ ദൈവം പോക്ക് വഴി ഉണ്ടാകും. വിശദീകരിക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം അത് പഠനത്തിൽ കൂടെ. മുൻപിൽ ചെങ്കടൽ, പുറകെ ഫറവോന്റെ സൈന്യം. സെലക്ട് ചെയ്ത 600 ഇരുമ്പ് രഥങ്ങൾ സെലക്ട്. പിന്നെ വേറെ ഇഷ്ടം പോലെ ഇസ്രായേൽ മക്കളുടെ പുറകെ പാഞ്ഞു വരിക ഫറവോനും അവന്റെ സൈന്യങ്ങളും. ഇസ്രായേലിലെ കുതിര കേമപ്പെട്ട കുതിര. ആ കുതിരയെ അമിച്ച് കെട്ടിയ രഥങ്ങളും സൈന്യം വ്യൂഹവും വെറുതെ വരികയല്ല. വരുമ്പോ ഇപ്പൊ പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. 15:9 വായിച്ചേ. 15:9 പുറപ്പാട് 15:9 പുറകെ വരുമ്പോ എന്തോ പറഞ്ഞോണ്ടാ വരുന്നത്? ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ അപൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും എന്റെ കൈവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടാ പുറകെ വരുന്നത്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാളൂരും എന്റെ കൈ അവരെ ഇതാ പറഞ്ഞുകൊണ്ട് പുറകെ വരുന്നത് പിശാച്. അപ്പൊ മുൻപിൽ ചെങ്കടൽ ഇങ്ങനെ വായും കൊള്ളുന്നു നിൽക്കുക. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ വിഴുങ്ങാൻ. അപ്പൊ മുൻപിൽ ചെങ്കടൽ വാ വളർന്നു നിൽക്കുന്നു. പുറകെ പറവന്റെ സൈന്യം പിടിക്കാനും അറക്കാനും തരും. പക്ഷെ വചനം പറയാ, പരീക്ഷയോടുകൂടെ പോകുന്നുണ്ട്. ഇതിന് നടുവിൽ ഒത്തിരി പോരാളികളൊക്കെ നടന്നതെന്ന് ഞാൻ വിവരിക്കുന്നില്ല. ജനമെല്ലാം അവിടെ വന്ന് പറഞ്ഞു, അവിടെ ചവക്കോട്ടയില്ലായിട്ടാണോ? പൊരുത്തം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞ ഇയാള് പറഞ്ഞു കേട്ടോണ്ട് ഇറങ്ങരുത്. ഇപ്പം മനസ്സിലായി. ഇയാളെ വെച്ച് വന്ന് പരിശോധന പറഞ്ഞ് പാല് തരാം, തേൻ തരാം, വാകുരിയ, വരുകുരിയ, വാദപ്പടിമ, ഇരുകുരിയ, പാല് തരാം, ചോറ് തരാം, കല്യാണത്തിന്. ഉടനെ പറഞ്ഞു, എന്റെ അമ്മാമ്മ ഞാൻ അച്ഛനോട് പറഞ്ഞതാ പോകരുത്. പിന്നെ പുള്ളി പോകുമ്പോൾ ഞാൻ തന്നെ ഇസ്രായേലിൽ നിൽക്കുന്നതോട് ഞാനും ഇപ്പൊ നാളെ ചെലുത്താൻ പുറകെ പിടിക്കാൻ വരുന്നു. ചെങ്കടലിൽ വിഴുകാനും എന്നാ ചെയ്യാനും കൊച്ചുങ്ങളും കാത്തു പോകുമല്ലോ. ദൈവം ഒരിടത്തും പറഞ്ഞു, അവിടെ ആണെങ്കിൽ നല്ല സെമിത്തേരി ഉണ്ടായിരുന്നു. ഇവിടെ ചൂടാണ്ടിലെങ്ങാണ്ടാണ് എങ്ങനെയാണെന്ന് ആർക്കറിയാം. മറ്റേ പള്ളിയിലെ സെമിത്തേരി കണ്ടാൽ തന്നെ ചാകാൻ തുടങ്ങും. നല്ല സെമിത്തേരി
അച്ഛന്മാരുടെ നിൽപ്പും ചൊല്ലും ചൊലുത്തും കാണുമ്പോൾ ഒന്നുകൂടെ ചാകാൻ നമ്മുടെ നിന്നും ചൊപ്പും ചൊല്ലും ഒക്കെ മുഴുവൻ തെറ്റിക്കുക. തൊണ്ണൂറാം മുഴുവൻ തെറ്റിക്കുക. മൃതം വായിച്ചും എപ്പസോസിൽ ചെയ്യാൻ മൃദംഗയുദ്ധം ചെയ്ത മൃഗയുദ്ധം ചെയ്തെന്ന എപ്പസോസ് ഞാൻ ഞങ്ങൾ TCOS പറഞ്ഞു, നീ നിർത്തിക്കോ, അവരെയും കാണും, നീ വായിക്കണ്ട. മൃദംഗം മാത്രമല്ല, അവരെയും കാണുന്നത്. മറ്റേതൊക്കെ നിന്ന് ചൊല്ലുന്ന കാണാൻ തന്നെ ഞാൻ പിടിക്കുന്നു. അപ്പൊ പുറകെ പരമാവധി വരുന്ന പിടിക്കാൻ അവിടെ ചെയ്യേണ്ടത് ആരെ പരീക്ഷ. തമ്പുരാൻ മോശമോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, കയ്യിലുള്ള വടിയുണ്ടല്ലോ കൊണ്ട് ചെങ്കടലിനെ നീട്ടാൻ പറഞ്ഞു. മോശം വടിക്കെടുത്ത് ചെങ്കടലിനെ നീട്ടി. ഈ കൃപയില്ലാത്തവൻ, വെളിപ്പാടില്ലാത്തവൻ അനാന്തികം നോക്കുമ്പോൾ ഒരു വല്യപ്പൻ ഉണക്കക്കമ്പ് പിടിച്ചോണ്ട് നിൽക്കുക. ഉണം പിടിക്കാത്തവൻ ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ പറയും, എടാ ചെറുതാൻ പുറകെ പിടിക്കാൻ വരുന്നു, ചെങ്കടലിൽ പിടിക്കാൻ നിൽക്കുന്നു. ഈ കിളവൻ ഉണക്കക്കമ്പ് നീട്ടിക്കൊണ്ട് നിൽക്കുക. കമ്പ് പിടിച്ചാൽ തല തല്ലി പൊട്ടിക്കാൻ നമ്മളാന്നേ പറയും. ഇതൊക്കെ എന്നാ പറഞ്ഞാൽ ഒരു കമ്പുകാർക്കുള്ളതാണ്. കമ്പെടുത്ത തല തല്ലി പൊട്ടിക്കാൻ നമ്മളാന്നേ പറയും. പക്ഷേ ദർശനമുള്ളവൻ നോക്കിയപ്പോൾ മോശയിങ്ങനെ വടി നീട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ വെളിപ്പാട് കണ്ട ആള് നോക്കിയപ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമാണ്. നിങ്ങൾ യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ച് 63-12 പെട്ടെന്ന് 63-12 വായിക്കും. ഉടക്ക വായിച്ചേ സഹോദരി. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്ക് ചെല്ലുമാറാക്കി. ഈ കൃപയില്ലാത്തവൻ, ഗുണം പിടിക്കാത്തവൻ നോക്കുമ്പോൾ ഒരു വല്യപ്പൻ ഉണക്കക്കമ്പും പിടിച്ചോണ്ട് നിൽക്കുക. എന്നാൽ ആത്മക്കണ്ണ് പ്രകാശിച്ച യെശയ്യാ പറയുക, മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജമെന്നോട്ട് വന്നു. നീ ഒറ്റയ്ക്കായിരിക്കും നിന്റെ വീട്ടിൽ കൈ പൊക്കി പ്രാർത്ഥിക്കാൻ ഭാരപ്പെടരുത്. നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. നീ ഒറ്റയ്ക്കായിരിക്കും നിന്റെ വീട്ടിൽ കൈ പൊക്കി പ്രാർത്ഥിക്കാൻ തളർന്നു പോകരുത്. നിന്റെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. സഭയ്ക്കകത്ത് ചിലപ്പോ 5 പേരെ കാണുമ്പോഴായിരിക്കും കൈ പൊക്കി പ്രാർത്ഥിക്കാൻ മതി. നിങ്ങളുടെ കൈയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം. തമ്പുരാൻ ചെയ്ത പരിപാടി ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചേക്ക് പറഞ്ഞു. ഇങ്ങോട്ട് കോടി ദൂതന്മാരാ. അത് ഇങ്ങനെ ഒഴുകി നിൽക്കുക ദൂതന്മാര്, ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചേക്ക് പറഞ്ഞു, നീ താഴോട്ട് എല്ലാം പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. അവിടെ വായിൽ വളർന്നു നിൽക്കുന്ന ചെങ്കടലിനെ കണ്ടു. അതൊരു ശക്തിയാണ്. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ വരുണൻ എന്നാ പറയുന്നത്, ജലത്തിന്റെ ദേവൻ. വരുണ ഭഗവാൻ എന്നൊക്കെ അവര് പറയുന്നത്. വരുണൻ ജലാധിപതി എന്ന് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. സ്തോത്രം. വരുണൻ ഹൈന്ദവ പുരാണത്തിൽ അങ്ങനെ ഓരോ ദൈവങ്ങളല്ലേ. സൂര്യ ഭഗവാൻ, വായുദേവൻ, വരുണൻ, അനലൻ, അഗ്നിയുടെ ദേവൻ അനലൻ. അപ്പോൾ ഇതൊരു ശക്തിയാണ്. വായു പുറന്നു നിൽക്കുക ദൈവമക്കളെ വിഴുങ്ങാൻ. ആരെയാ? ചോരത്തിലെ ആചരിച്ചതല്ലേ. കുഞ്ഞാടിനെ തിരിച്ചുട്ട് കൈപ്പുകീരെയും കുളിപ്പിൽ കൂട്ടിപ്പിടിച്ച് ഭുജിച്ചവനെ വിടുന്ന ശത്രു വായും പിളർന്നു നിൽക്കുക. ദൈവം അനുവദിക്കുക. തന്റെ പൂർവ്വരാമന ദുഷ്ടമൃഗത്തിന് വിട്ടുകൊടുക്കത്തില്ല. ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിളിച്ചേക്ക് പറഞ്ഞു, നീ താഴോട്ട് എന്ന് ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. ദൂതൻ അങ്ങോട്ട് എന്ന് ഒറ്റ അടി കൊടുത്ത് ഈ വാ പിളർന്ന് നിന്നവൻ 7 കൈവഴിയായി ചെതറി. കാരണം ഇങ്ങനെ ആ വാക്ക് കിടക്കുന്നത് ഒറ്റ അടി അടിച്ച് കാറ്റടിച്ചെന്നാ. ഉഷ്ണക്കാറ്റ് അടിച്ചെന്നാ വേദ പുസ്തകത്തിൽ. ആ ഉഷ്ണക്കാറ്റ് നമ്മുടെ ഉദ്ദേശിക്കുന്ന ദൂതനാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിയാളികളെ തന്റെ ശുശ്രൂഷകന്മാരുമാണ്. ഈ കാറ്റ് തെളിവ് തരാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 15 വായിച്ച്. യെശയ്യാ 11-ന്റെ 15 പെട്ടെന്ന് വായിക്കും. യഹോവ മിസ്രയീംകാരുടെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവർ ഉഷ്ണക്കാറ്റോട് കൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവീഴാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാർ. കണ്ടോ? വായിൽ പുറന്നു നിന്ന വൈരിക്കിട്ട് ദൂതം വന്ന് ഒറ്റ അടി അടിച്ചപ്പോൾ 7 കൈവഴിയായി ചെതറിയച്ച് ചെരുപ്പ് നനയാതെ ജനത്തെ മറുകര കെട്ടി പരീക്ഷയോടുകൂടെ പോകുവഴിയുണ്ട്.
ശത്രു നിന്നെ വിഴുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തെ വിഴുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറയെ വിഴുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം ദൂതനെയാക്കും. അവരുടെ ദൂതന്മാർ അവരുടെ ഭക്തന്മാരുടെ ചുറ്റും പ്രായമായി അവരെ വിളിക്കും. നിന്നെ കുറിച്ച് ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കുന്നത് അവരുടെ കൈകളിൽ വഹിക്കും. ദൈവത്തിന്റെ പൈതങ്ങളെ പരീക്ഷയോട് കൂട് ഇങ്ങനെ ദൈവം നിനക്ക് പോക്ക് വഴി ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ദൈവം വിടുതലാകട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ, തലമുറയ്ക്ക് വിടുതൽ, നിന്റെ ശരീരത്തിൽ വിടുതൽ, അലക്കുന്ന രോഗപീഠങ്ങൾ, രോഗാത്മാവ്, രോഗാദികൾ ഈ വിടങ്ങൾ ഉരുളട്ടെ. രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, മജ്ജയ്ക്കകത്ത്, നിന്റെ ഉദരത്തിൽ, ശരീരത്തിൽ ഉള്ളിലിരിക്കുന്ന രോഗാദികൾ, രോഗപീഠങ്ങൾ ഈ വിടങ്ങൾ അരിഞ്ഞു മാറി ദൈവം നിനക്ക് പരീക്ഷയോട് കൂടെ ദൈവത്തിന് വകട്ടോ, ദൈവത്തിന് വകട്ടോ, ദൈവത്തിന് വകട്ടോ. മഞ്ഞകാലത്ത് ദൈവശക്തി പകരട്ടെ. ദൈവം പോയി അറിയട്ടെ. ദുഃഖം പോയി അറിയട്ടെ. ദൈവത്തിന് ഇടവത്തെ കൃപ യേശുവിന്റെ നാമത്തിൽ രോഗിയായിട്ട് വന്നെങ്കിൽ തിരിച്ചങ്ങനെ പോകരുത്. മനോഭാരത്തോടെ വന്നെങ്കിൽ തിരിച്ചങ്ങനെ പോകരുത്. എട്ടടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്നതിനോ നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്നതിനോ നിന്നെ ഞാൻ പകൽക്കൂട്ടത്തിലും ഏതോ പ്രാണികളും എന്റെ ദൈവത്താൽ ഞാൻ മനം ചേർത്ത് യേശുവിന്റെ നാമത്തിൽ സകല വിട്ടുപോകട്ടെ. പോയി അറിയട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മകിത, ദൈവത്തിന്റെ മകിത, ദൈവത്തിന്റെ മകിത വിടുതൽ, 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 വിടുതൽ. ഓ ഈ ശരീരത്തിന്റെ ഭഗവാന് അതനാ വെലനാ വെകനാ വെകനാണ് ഭീതികമെന്ന ഭഗവാന് ദൈവത്തിന്റെ മകിത, ദൈവത്തിന്റെ മകിത. ഒരിക്കൽ കൂടി ഇന്നേ പകല്